ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ആ കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നാട്ടിലെ എല്ലാ അടിച്ചമർത്തലുകളും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പൗരാവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും ഹിംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ പുരുഷന്മാർ മുഴുവൻ സമൂഹത്തിലേക്ക് ഇറങ്ങി അതിനെതിരായിട്ടുള്ള അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരങ്ങൾ നടക്കുമ്പോൾ വെറുതെ ഇരിക്കുന്നില്ല വീട്ടിലെ സ്ത്രീകൾ എന്നതാണ്. സ്ത്രീകൾ വലിയ തോതിൽ ആ അടിയന്തരാവസ്ഥ കാലത്ത് സജീവമായി രംഗത്തേക്ക് ഇറങ്ങുകയും അതിനെതിരെ സമരം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും ആവേശം കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങൾ ഒന്നാണ്. ബാച്ച് ബാച്ചായിട്ട് ഓരോ സമയത്തും സ്ത്രീകൾ അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നത്. ഒരുപക്ഷെ നിയമസഭയിൽ അങ്ങനെ 1976 നിയമസഭ നടക്കുന്ന സമയത്ത് നിയമസഭയുടെ ഗാലറിയിൽ കയറി സ്ത്രീകൾ ഏകദേശം 5ഓളം സ്ത്രീകൾ, ഞാൻ പേരോർക്കുന്നില്ല, 5ഓളം സ്ത്രീകൾ അവിടെ കയറി മുദ്രാവാക്യം വിളിച്ചത്. നിയമസഭയിലൊക്കെ ഗാലറിയിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും നിശബ്ദമാകണമെന്നും പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന സമയത്ത് സ്ത്രീകൾ അവിടെ ഇതിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് വളരെ ആവേശം കൊള്ളിച്ചിരുന്ന കാലത്ത് ഒരുപക്ഷെ പങ്കെടുത്ത പുരുഷന്മാരെയും ആ സമൂഹത്തിനൊക്കെ വലിയ തോതിൽ ആവേശമുണ്ടാക്കിയ അനുഭവങ്ങളായിരുന്നു അത് എന്നത്. നിയമസഭയിൽ അതിശക്തമായി KR ഗൗരിയമ്മയെ പോലെയുള്ള ആളുകൾ പ്രമേയം അവതരിപ്പിക്കുകയും 50-ാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് കൊണ്ടുവരുന്ന സമയത്ത് സ്ത്രീയാണ് അത് കൊണ്ടുവരുന്നത് എന്നുള്ളത് ആ സമയത്ത് ഏറെ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ആ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ പൊതുസജീവമായിട്ട് സ്ത്രീകൾ ഇറങ്ങി വരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല എങ്കിൽ പോലും അന്ന് മാവേലിക്കരയിൽ നിന്നുള്ള MLA പെണ്ണമ്മ ജേക്കബ് ഒക്കെ ഏറ്റവും അതിശക്തമായിട്ട് ഇതിനെതിരെ സംസാരിച്ചത് നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര ആവേശമാണ്. ആ ആവേശകരമായ അനുഭവങ്ങൾ നിരവധി സ്ത്രീകൾ, ദേവകി അമ്മ, ജാനകി അമ്മ, അങ്ങനെ ഒരുപാട് പേരുകൾ, TP വിനോദിനി അമ്മ, അവരുടെയൊക്കെ എറണാകുളത്തുള്ള വിനോദിനി അമ്മയുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ജയദേവികയുടെ പുസ്തകത്തിലൊക്കെ അതിശക്തമായി ഇത്തരം പേരുകൾ നന്നായി പരാമർശിക്കപ്പെട്ട് സ്ത്രീകളുടെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അത് പരാമർശിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് അജിതേച്ചി, കെ അജിത, ഇന്ന് നമ്മുടെ മുന്നിൽ അജിതേച്ചിയൊക്കെ നമ്മളൊക്കെ വലിയ തോതിൽ ആരാധനയോട് കാണുകയും ആ സമയത്ത് എത്ര വീറോടും വാശിയോടും കൂടി സമരരംഗത്ത് ഇരുന്നു. പസലോട്ടനി ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. നിന്നുള്ളത് എന്ന് നമുക്കറിയാം. മന്ദാകിനി ചേച്ചി ജയിലിലായിരുന്ന സമയത്തൊക്കെ രണ്ടുപേരെയും ജയിലിലടച്ചത് എൻ്റെ മകളെ കാണാൻ വേണ്ടി അവർ നടത്തിയ തീവ്രമായ ശ്രമങ്ങൾ ചേച്ചിയുടെ പുസ്തകത്തിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വായില് സ്പൂണ് കരണ്ട് ഇട്ടുകൊടുത്ത് പോലീസുകാർ രണ്ട് സൈഡിൽ നിന്ന് കരണ്ട് വായിലേക്ക് ഇട്ടുകൊടുത്ത് ഭക്ഷണം വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതിനെയൊക്കെ ധിക്കരിക്കാൻ വേണ്ടി, അതൊന്നും എനിക്കേക്കില്ല, പക്ഷേ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, ഞങ്ങൾ ഇതിനെതിരെയാണ് എന്ന് ആവേശത്തോടു കൂടി നിന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അതൊക്കെ ഈ കാലഘട്ടത്തിൽ ആ സമയത്ത് ഒരുപക്ഷെ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഇത്തരം നിരവധി സ്ത്രീ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് നാട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ പലപ്പോഴും സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലായാലും ഇതുപോലെയുള്ള സമര കാലഘട്ടങ്ങളിൽ പഴയ കാലത്ത് നടന്ന ഇതുപോലെയുള്ള സ്ത്രീ അനുഭവങ്ങൾ സ്ത്രീകളെയൊക്കെ വേണ്ട വിധത്തിൽ ആദരിക്കപ്പെടാനോ പരിഗണിക്കപ്പെടാനോ അർഹതപ്പെടാനോ പോകാത്ത ഒരു ചരിത്രമുണ്ടായിരുന്നു. അത് എത്രമാത്രം ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് നാം വീണ്ടും ഓർക്കണം എന്നുകൂടിയാണ് ഞാനൊക്കെ എപ്പോഴും പറയാറും ചിന്തിക്കാറുമുള്ളത്. അത്തരം ധാരാളം അനുഭവങ്ങൾ കൂടി ഇത്തരം അടിയന്തരാവസ്ഥയെ അതിനെ മറികടക്കാൻ വേണ്ടി ആ കിരാത നാളുകൾ കോടതിക്കെതിരെ പോലും നടന്ന ഉഷ കോടതി തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്കുള്ളിൽ മജിസ്ട്രേറ്റിനെതിരെ പോയി കോടതിക്കുള്ളിൽ നിന്ന് നടന്ന സമരങ്ങൾ. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്, അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ പറയുമ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുള്ളൊരു സമരമാണ് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം. അപ്പോൾ സോമശേഖരേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഞാൻ അച്ഛൻ്റെ എപ്പോഴും അത് വളരെ കൗതുകത്തോടു കൂടി അത് കേൾക്കാൻ ഇങ്ങനെ നിന്ന് കൊടുക്കും. അച്ഛനെ പറയുമ്പോൾ 100 നാവാണ്. അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ജയിലിൽ പോയ അനുഭവങ്ങൾ, അർദ്ധരാത്രി സ്റ്റേഷൻ അപ്രതീക്ഷിതമായി സ്റ്റേഷൻ ആക്രമിക്കുന്നതും അതിൻ്റെ പേരിൽ പിന്നീട് നടന്ന കിരാതമായ മർദ്ദനങ്ങളും വേണുവിനെ പോലുള്ള ആളുകൾക്ക് അതിശക്തമായ അടിയേറ്റ് ഇപ്പോഴും അതിൻ്റെ ബഹിസ്ഫലനങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ. ഇപ്പം വാസോട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. വാസോട്ടൻ എന്നും ഏറ്റവും നല്ല പോരാളിയാണ്.
വാസുവേട്ടൻ അനീതി എവിടെ കിടന്നോ അവിടെ വാസുവേട്ടൻ ഓടിയെത്തും. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല. ഒരു അനീതി നടക്കുന്നിടത്തിൽ അതിനെതിരെ സമരം ചെയ്യാൻ ഏറ്റവും യുവാക്കൾ എങ്ങനെ നടത്തുന്നു അതുപോലെ നടക്കാൻ ഓടിയെത്തി സമരം ചെയ്യുന്ന വാസുവേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയുണ്ട്. അത്തരം ആളുകളുടെ അനുഭവങ്ങൾ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് എപ്പോഴും പ്രചോദനമാണ് എന്നതാണ് സാമൂഹ്യം. ഈ വേദിയിലിരിക്കുന്ന ഒരുപക്ഷെ ഇതിനോട് ബന്ധപ്പെട്ട് ഇതിനെ സൗഹൃദം പഠിക്കാനും ഇത് ശ്രദ്ധിക്കാനുമുള്ള ഒരു വലിയ ആൾക്കൂട്ടമല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യർ തീർച്ചയായിട്ടും ഇത്തരം ജനാധിപത്യ ശബ്ദങ്ങൾ ഇനിയും ഉയർന്ന് ഇതിനെതിരെയുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും അനിവാര്യമായി വരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരെ ഏത് വിധത്തിലെയും അടിച്ചമർത്താനുള്ള എല്ലാവിധ ഭരണകൂടങ്ങളുടെയും ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ വിഭജിച്ചുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് മനുഷ്യനെ പലപ്പോഴും നമുക്ക് ഈ കാലഘട്ടത്തിൽ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചു നമ്മൾ ഇത്രയേറെ പുരോഗമിച്ചു, ജാതീയപരമായി മാറി, വംശീയപരമായി നമ്മൾ എതിർത്ത് മുന്നോട്ട് പോകുന്നു. ജാതിമത ചിന്തകൾക്ക് അപ്പുറത്തേക്ക് മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു നാട്ടിൽ പോലും നമുക്ക് സ്വന്തം ഐഡന്റിറ്റി എൻ്റെ ജാതിയുടെ എൻ്റെ മതത്തിൻ്റെ ഒക്കെ പേരിൽ വെളിപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാമൂഹ്യ സന്ദർഭത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനയോടുകൂടി ഓർക്കേണ്ടി വരികയാണ്. പലപ്പോഴും ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, എൻ്റെ അച്ഛൻ ഇന്ന ജാതിയാണ്, എൻ്റെ അമ്മ ഇന്ന ജാതിയാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ഈ ജനാധിപത്യ കേരളത്തിൽ പോലും നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ എത്രമാത്രം വിനാശകരമാണെന്നും എത്രമാത്രം പ്രതിലോമകരമാണെന്നും നമ്മൾ എത്രമാത്രം ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കേണ്ടതെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ തരത്തിൽ ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയിരിക്കുമ്പോൾ എവിടെയാണ് നാം ഇത്തരം കിരാതമായ നടപടികളുടെ കടന്നു വന്ന് ഈ ജനാധിപത്യ നാട്ടിൽ ഇന്ന് ഈ എത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞോ, അല്ലെങ്കിൽ അതിനെതിരെ എത്രമാത്രം ശബ്ദമുയർത്തി പ്രതിഷേധിക്കാൻ വേണ്ടി കഴിഞ്ഞു, അല്ലെ എത്രമാത്രം മാറാൻ കഴിഞ്ഞു എന്നുള്ള ചിന്തകൾ കൂടി നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുകൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് അത്തരം ശബ്ദങ്ങൾ ഇനിയും ഉയർന്നു വരണം. അത് അനീതിക്കെതിരെ ഏത് തരത്തിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവരുടെ ഒരുപാട് ആളുകളുടെ ഓർമ്മകളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ മാതൃകയാക്കാൻ നമുക്ക് സാധിക്കണം. കൂടുതൽ ആധുനികവൽക്കരിച്ചുകൊണ്ട്, കൂടുതൽ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അഭിസംബോധനയും സ്നേഹമെന്ന വാക്ക് പോലും പലപ്പോഴും എടുക്കപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് സംശയിക്കാണ്. മനുഷ്യനെ പലതിൻ്റെയും പേരിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ തരത്തിലേക്ക് മനുഷ്യനെ കാണാൻ ശ്രമിക്കുമ്പോൾ യുദ്ധമൊക്കെ വരുമ്പോൾ ഒരു നാട്ടിലുണ്ടാകുന്ന പാവം മനുഷ്യരെയാണ് അത് ചില ഭരണാധികാരികൾക്ക് അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ ശബ്ദങ്ങളെ മേൽക്കൈമ നേടാൻ വേണ്ടി നടത്തുന്ന ഇത്തരം ആയുധങ്ങളിൽ അതിനടിമപ്പെട്ടു പോകുന്ന സാധാരണ മനുഷ്യ ജീവിതങ്ങളുണ്ട്. ഒരുപാട് മനുഷ്യർ ഇപ്പം ഒരു സ്കൂളിൽ ബോംബെറിഞ്ഞിട്ട് 80ഓളം പെൺകുട്ടികൾ, ഒന്നും അറിയാത്ത പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പം ഈ തരത്തിലുള്ള ഈ നാടിനെ ഇപ്പോഴും നമുക്ക് കാണേണ്ടി വരുന്നു എന്ന് പറയുന്നത് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ, ഈ ഒരു ആധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ ശ്രമങ്ങളും നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അതിനുള്ള ഒരു ചെറിയ ഇതൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള വേദികളും പ്രവർത്തനങ്ങളും മാറട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് ഡയലോഗ് ഇത്തരത്തിലുള്ളൊരു പരിപാടി നടത്തിയത് എന്തുകൊണ്ട് സ്വാഗതാർഹമാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങളെ കൂടുതൽ അടയാളപ്പെടുത്താനും ഓർമ്മപ്പെടുത്താനും നമുക്കിടയിലേക്ക് ചർച്ച ചെയ്യാനും കൂടിയുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകണം. അടുത്ത തലമുറ, പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലുള്ള കുട്ടികളെയൊന്നും യുവാക്കളെയൊന്നും അധികമായിട്ട് കാണുന്നില്ല, അവരെ ആകർഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പഴയ കാലത്ത് നമ്മൾ ഈ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്കൊന്നും ഇതിനൊന്നും താല്പര്യമില്ലാതായി പോകുന്നുണ്ടോ എന്നുള്ളത്, അവർക്കിതൊന്നും അറിയേണ്ടതില്ല എന്നുള്ളത്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. അത്തരം മനുഷ്യരുടെ നിതാന്തമായ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ടാണ് നമ്മുടെ നാട് ഇന്ന് കാണുന്ന രൂപത്തിൽ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം പോലും ഉണ്ടായത് എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താനും അവരെ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരെയൊക്കെ കൂടുതൽ ആകർഷിക്കുന്ന രൂപത്തിലേക്കുള്ള വൈവിധ്യമാർന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്താനും കൂടി സാധിക്കട്ടെ. അതിനുകൂടി കഴിയുന്ന വിധത്തിലേക്കുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കറിയാം അനുഭവങ്ങൾ. ഇപ്പോൾ രാവണേട്ടനൊന്നും പറഞ്ഞ് മതിയായിട്ടില്ല, അത്രമാത്രം പറയുകയാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ 75-ലാണ് SLC എഴുതിയത്. 1975 SLC കഴിഞ്ഞ് 2-3 മാസമായിട്ടുള്ളായിരുന്നു ജൂൺ 26-ന് അടിയന്തരാവസ്ഥ വന്നത്.
സ്കൂളിൽ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മോണാക്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചില കഴിവ് പോലെ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് വയനാട്ടിൽ ഉണ്ടായിരുന്ന അടിമ വ്യവസ്ഥയും ദാരിദ്ര്യവും പട്ടിണിയെല്ലാം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് ഉണ്ടാവുകയും അന്ന് വയനാട്ടിൽ വന്ന സിവിക് ചന്ദ്രൻ, അതുപോലെ ദാമോദരൻ മാഷ്, കുറച്ച് ആളുകൾ, മധുമാഷ്, ചെറിയ ചെറിയ തെരുവ് നാടകങ്ങൾ, അതേപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ സമകാലീന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നാടകങ്ങൾ അഭിനയിച്ചു എന്നുള്ളതായിരുന്നു എനിക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റം. പല നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. കാരണം അന്ന് എനിക്കൊരു 16 വയസ്സ് കഴിഞ്ഞു. 16.5 വയസ്സാണ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും. അത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ വലിയ പ്രത്യയശാസ്ത്രം പഠിച്ചിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ടൊന്നുമല്ല ഈ സാമൂഹ്യ രംഗത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തന മേഖലയിലേക്കൊക്കെ തിരിഞ്ഞത്. ഒരു ചെറിയ പെൺകുട്ടിയെന്നും അന്ന് അവിടെ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തില് വലിയൊരു പങ്കായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇത്തരം നാടകങ്ങള് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരം ഞാൻ അത് ഉപയോഗിച്ചു എന്ന് മാത്രമാണ് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയാനുള്ളത്. പെട്ടെന്ന് വന്നു, പോലീസുകാർ വരുന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. 2-3 ദിവസം ബത്തേരി പോലീസ് സ്റ്റേഷനിൽ അവർ വെക്കുന്നു. അവിടുന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. പല ആളുകളെയും ചോദിക്കുന്നു. എനിക്കാണെങ്കിൽ അവരൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടിരുന്നു. കോഴിക്കോട് വനിതാ സെല്ലിൽ, വനിതാ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. അവിടെ 29 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. പല റൂമിൽ നിന്നും ഭയങ്കര കരച്ചിലും ഒച്ചയും വിളിയൊക്കെ കേൾക്കും. 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രമാണ് നമ്മളെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു രമ പറഞ്ഞ പോലെ തന്നെ ഒരു പെൺകരുത്ത് അന്ന് ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന അനീതിയും അതോടൊപ്പം ഞാൻ അനുഭവിക്കുന്ന, ഞാനും കുടുംബവും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അയൽവാസികളൊക്കെ അനുഭവിക്കുന്ന കുറെ വിഷയങ്ങളൊക്കെ നമ്മളെ മനസ്സിലൊരു കരുത്തുണ്ട്. അപ്പൊ പ്രതീക്ഷിക്കുന്ന കിട്ടിയ ഒരു അവസരത്തിൽ നമുക്ക് അങ്ങനെ തന്നെ ഒരു ശക്തി നമുക്ക് വരികയും ചെയ്തു. കാരണം എൻ്റെ ഏട്ടൻ ബത്തേരി സ്റ്റേഷനിൽ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു. എടി നീ പോര്, വലിയ കുഴപ്പമൊന്നുമില്ല, മാപ്പ് എഴുതി കൊടുത്തു പോവാ, പിന്നെ വെറുതെ നീ പോലീസിന്റെ ഇതിൽ പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കഴിവ്, ഞാൻ അഭിനയിക്കുന്ന ആ ഒരു അഭിനയം, അന്നത്തെ ഇത്തരം ഒരു നാടകത്തിൽ ഞാൻ അഭിനയിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അന്ന് ബത്തേരി സ്റ്റേഷനില്ല. അപ്പൊ ഏട്ടൻ കുറെ എന്നോട് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി തരുമൊന്നുമില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്തായാലും 1 മാസക്കാലത്തോളം പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുകയും പോലീസ് കസ്റ്റഡിയിലെ അവസാനത്തെ ദിവസം എന്ന് വെച്ചാൽ 28ാമത്തെ ദിവസം എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയും കുറെ ആളുകളെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു. അന്ന് സത്യനെന്ന് ഞങ്ങൾ അറിയപ്പെടുന്നത് നമ്മളൊക്കെ വേണുവാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ അപ്പൊ അന്നാണ് മനസ്സിലായത് വേണുവാണെന്നൊക്കെ മനസ്സിലായതും. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 1 മാസം, ഏകദേശം 1 മാസം തന്നെ ആയി. കുളിച്ചിട്ടില്ല, ശരിയായിട്ട് വസ്ത്രം ധരിക്കാൻ നമുക്കുണ്ടായിട്ടില്ല, മുടിയെല്ലാം ഒരു കട്ടായി. എനിക്കെന്നെ എൻ്റെ വികൃത രൂപം കണ്ണാടി ഇല്ലെങ്കിലും ഞാനത് എൻ്റെ മനസ്സ് കണ്ട് എങ്ങനെയാണെന്ന് ഒരു, പ്രത്യേകിച്ച് രമ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുടെ ആ ഒരു എന്താ പറയാ, അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നതൊക്കെ. അപ്പൊ ഞാൻ എന്നെ ചോദ്യം ചെയ്ത് അവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ബാത്റൂം ഒന്ന് കഴുകാൻ വേണ്ടി പറഞ്ഞു. കക്കൂസൊന്ന് കഴുകുന്നു. പത്മിനി, നമ്മളെ അന്നത്തെ എസ്.ഐ, എൻ്റെ ഓർമ്മയിൽ പത്മിനി എന്ന് പറഞ്ഞൊരു എസ്.ഐ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ കഴുകില്ലെന്ന് പറഞ്ഞു. എനിക്കും അവരെക്കാളും വാശി എനിക്ക്. വീണ്ടും കഴുകാൻ പറഞ്ഞു, ഞാൻ കഴുകില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവർ വേഗം ആദ്യമായിട്ട് തന്നെ 5 പോലീസുകാർ അടിച്ചത് അന്നത്തെ ദിവസമാണ്. ക്രൂരമായിട്ട് മർദ്ദിച്ചു. പക്ഷെ ഞാൻ അങ്ങോട്ട് മർദ്ദിച്ചു. എസ്.ഐ മാഡത്തിന്റെ നെറ്റിയെ ചെറിയൊരു മുറിയൊക്കെ പറ്റി. ഞാൻ മർദ്ദിക്കുന്നതിന് വീണതാണ്, ഇത് ബസ്സിന്റെ മുകളിലേക്ക് വീണ് മുറിയൊക്കെ പറ്റി. ഭയങ്കരമായിട്ടപ്പോ എന്നോട് എതിർക്കുകയും അന്ന് രാത്രിയിലാണ് എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. രാത്രിയിലായിട്ട് ഒരു 7-8 മണിക്കാണ് കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ എവിടെ കൊണ്ടുപോകുന്നത്, ഒറ്റപ്പെട്ട്
സിവിൽ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ളിലേക്ക് ഞാൻ കയറി ചെന്ന് എന്നെ ഒരു സെല്ലിലേക്ക് എന്നെ ഒരു വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോ പ്രായമായിട്ടുള്ള ഒരു അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ വേഗം എന്നെ വന്ന് 2 കൈയോടെ കൂട്ടി ചേർത്ത് പിടിച്ചു. മോളെ വാ എന്ന് പറഞ്ഞിട്ട്. അത് അജിനേച്ചിന്റെ അമ്മ മന്ദാകിനി നാരായണനായിരുന്നു. പിന്നെ മായായിട്ടാണ് ഞാൻ 1.5 വർഷം. അവിടുന്നാണ് എന്താണ് സാമൂഹ്യ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എന്താണ് മാർക്സിസം മാവോയിസം എപ്പോഴും അതേ പറയുള്ളൂ. അപ്പൊ മാന്റെ ആ ഒരു ഇതില് എനിക്ക് ആ 1.5 വർഷം പോകാതെ ഞാൻ സത്യത്തിൽ അറിഞ്ഞിട്ടേ ഇല്ല. 1.5 വർഷമാണ് ഞാൻ ജയിലിൽ കിടന്നത്. അവിടുന്നാണ് പിന്നെയും ആ ഒരേ ലെവലിൽ തന്നെ ഇന്നും സാമൂഹ്യ രംഗത്ത് എവിടെ അനീതി കണ്ടാലും അക്രമം കണ്ടാലും ഒരു വേർതിരിച്ച് കാണുന്നത് കണ്ടാലും ഒക്കെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം. ഞാനൊരു പാർട്ടീൻ്റെയും വക്താവല്ല, അല്ലെങ്കിൽ മറ്റൊരു സംഘടനേൻ്റെയും വക്താവേ അല്ല. ഞാൻ സെക്കുലർ ഉറച്ചു നിൽക്കണേ എൻ്റെ ഇതിൽ. കാരണം എൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ എനിക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഇതിലും വന്ന് CPM ആണെങ്കിലോ മറ്റുള്ള എല്ലാവരും എന്നെ വന്ന് കാണുകയും പല ഇലക്ഷനുകളൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാനിന്നും ഒരു സ്വന്തമായിട്ട് നിന്ന് എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുക, ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്യുക, അങ്ങനെ തന്നെയാണ് ഇന്നും പ്രവർത്തിച്ചു വരുന്നത്. വലിയ കഥ പറയാനുള്ള ഒരു അവസരമല്ല ഇതെന്ന് എനിക്കറിയാം. ഞാനിന്ന് വന്നത് നമ്മൾ അന്നത്തെ കാലത്ത് പീഡനങ്ങൾ അനുഭവിച്ചവരെ, അന്ന് ചെറുത്ത് നിന്നവരെ, തോൽപ്പിച്ചവരെ, നമ്മളെ വാസുവേട്ടനെ പോലെ, അതുപോലെ രാവണേട്ടനെ പോലുള്ള, സോമേട്ടനെ പോലുള്ള, നിങ്ങളെപ്പോലെയൊക്കെ ഉള്ളവരെല്ലാവരും ഒന്ന് കാണാനും ആ ഒരു ഊർജം ഇടയ്ക്ക് നമ്മളിങ്ങനെ കൂടുമ്പോൾ നമുക്കൊരു ഊർജം നമുക്കുണ്ടാവും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മൾ കഴിഞ്ഞ ഈ 25-ൽ കൊടുങ്ങല്ലൂർ ഇതുപോലെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. വളരെ ഊർജ്ജസ്വലമായിട്ട് നമ്മളെ പ്രായത്തിനെയൊക്കെ മറന്ന് നല്ല ശക്തരായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒത്തുചേരലുകൾ നല്ലതാണ്. കാരണം അത്ര തീവ്രമായിട്ടുള്ള കനലിൽ കൂടി നടന്നു വന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ കൂടുതൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഇനിയുണ്ട് ആളുകൾ, ഇരിക്കുന്നവർക്കും ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. നമുക്ക് കൂട്ടായ ചർച്ചകളും ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മകള് ഒരു ലൈവായിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ ഈ ഒരു ടീം എല്ലാവരും കൂടി ഒരു മനസ്സോടെ, മറ്റ് ഗ്രൂപ്പിസങ്ങളൊന്നുമില്ലാതെ, റെഡ് ഫ്ലാഗോ CPM അമ്മല്ലോ മറ്റുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്നാൽ ഇനിയും നല്ല കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ ഒക്കെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാം സ്വകാര്യവൽക്കരിക്കുക. നമ്മളെ ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, നമ്മളെ സ്കൂളുകൾ, നമ്മളെ റെയിൽവേ എല്ലാം സ്വകാര്യവൽക്കരണം ആയിട്ട് പോവുകയാണ്. അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാനും പ്രായം മറന്ന് നമുക്ക് ഒന്നിച്ചു പോകാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്നിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സൂപ്പർ സ്ട്രക്ചറിൽ നടന്നിട്ടുള്ള നവോത്ഥാന കാര്യങ്ങളാണ് ഞാൻ അല്പം സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് കവിതകൾ, പുതുതായിട്ട് വന്ന കവിതകൾ കടമനിട്ട രാമകൃഷ്ണൻ്റെ കുറത്തി, സച്ചിദാനന്ദൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയിട്ടുള്ള ഇത്രയും ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കവിതാരംഗം അങ്ങനെ പോകുന്നത്. രണ്ടാമത് നാടകരംഗം. തെരുവ് നാടകത്തിൽ നിന്ന് തുടങ്ങി സ്റ്റേജ് നാടകം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റേജ് നാടകത്തിനകത്ത് വരുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയുടെ റൂട്ട്സ്, പിന്നെ നമ്മൾ വിലക്കും കുയ്യുന്നുള്ളൊരു സുരാസിൻ്റെ കവിതയുടെ ശലകം, VK പ്രഭാകരൻ്റെ എറാൾഡ് സ്നേഹത്തിൻ്റെ വെളിപാട് ഇവിടെ വളരെ കഴിച്ചിട്ടുണ്ട്. VK പ്രഭാകരൻ്റെ നാടകങ്ങൾ, VP മോഹൻദാസിൻ്റെ തെരുവ് നാടകങ്ങൾ, എത്ര നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിന് സുരാസ് പോലും അതിൻ്റെ അത് ഭാഗവാക്കാണ്. മൂന്നാമത് വരുന്നതെന്ന് പറഞ്ഞാൽ സിനിമാ രംഗങ്ങളാണ്. സിനിമാ രംഗങ്ങളിൽ ബക്കറാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ബക്കറിൻ്റെ കുറേയൊക്കെ സിനിമകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അരവിന്ദൻ്റെത്, അടൂർ ഗോപാലകൃഷ്ണൻ്റെത്, അങ്ങനെ തുടങ്ങിയുള്ള കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള നവോത്ഥാന ചലനങ്ങൾ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കലാസാഹിത്യ രംഗങ്ങളിലും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഞാനെല്ലാം പറയുന്നില്ല, എല്ലാവരും ക്ഷീണിച്ചിട്ടാണുള്ളത്. ഞാനിവിടെ നിർത്തട്ടെ. സഹാക്കളെ,
ഈ വേദിയിലിരിക്കുന്ന പ്രായമായവരുടെ ഒപ്പം 2.5 വർഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കാനും അടിയന്തരാവസ്ഥയിലെ എല്ലാവിധ പീഡനങ്ങൾ അനുഭവിക്കാനും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ യാതൊരു ഖേദവുമില്ല. ഒരുപക്ഷെ അന്നും ഈ കേരളത്തിൽ നമുക്കിടയിലൂടെയൊക്കെ സഞ്ചരിച്ച ആ പഴയ ബ്രിട്ടീഷ് ജനാധിപത്യത്തിൻ്റെ ആനുകൂല്യത്തിൽ പുനർജന്മം ലഭിച്ചവരാണ് ഞങ്ങളെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടേതായ എന്തെങ്കിലും ഒരു സംഭാവന ഞങ്ങളുടെ പുനർജീവനത്തിനുണ്ടായില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടിയന്തരാവസ്ഥയിൽ എല്ലാവിധ പീഡനങ്ങളും അനുഭവിച്ച് മരണത്തിൻ്റെ വക്കിലെത്തിച്ച പോലീസ് മർദ്ദനം മൂലം അതിൻ്റെ വക്കിലെത്തിച്ച അപ്പോഴും ഞങ്ങളും നമ്മളും തമ്മിൽ ഇന്ന് കാണാനിടവരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ 50 വർഷം മുമ്പുള്ള ആ കേരളത്തെ എനിക്ക് കൂടുതൽ സ്നേഹിക്കാൻ തോന്നുകയാണ്. ഒന്ന്, അന്ന് അടിയന്തരാവസ്ഥാ കാലത്തിൽ പോലീസിൻ്റെ മർദ്ദനമേറ്റ് മരണപ്പെട്ടവരും അതിനു മുൻപ് വർഗീസിനെ പോലുള്ളവർ അടിയന്തരാവസ്ഥ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മരണപ്പെട്ട ഇത്തരം ഒരുപാട് രക്തസാക്ഷികൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രക്തസാക്ഷിത്വത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടായിരുന്നു. ആ മാന്യത എന്ന് പറയുന്നത് ഈ സാമൂഹ്യ അനീതികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആ ആത്മധൈര്യവും അത് പ്രകടിപ്പിക്കാനുള്ള തൻ്റെ ഇടവുമൊക്കെ കാണിച്ചതിൻ്റെ ഭരണകൂട ശിക്ഷയായിട്ട് നമുക്ക് കാണാം. അങ്ങനെ കാണാൻ പറ്റൂ, അത് സ്വാഭാവികമാണ്, ചരിത്രം അങ്ങനെയാണ്. അതേസമയം അവിടെ നിന്ന് 50 വർഷത്തിന് ശേഷം ഇപ്പോഴോട്ട് നമ്മൾ വരുമ്പോൾ അന്ന് എനിക്കറിയാം, ഞാൻ പല കേസ് അന്നത്തെ പല നക്സലേറ്റ് പോലീസ് സ്റ്റേഷനൊക്കെ അതുപോലെ അവിടെ മണി ആക്ഷനിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അന്നത്തെ പോലീസിൻ്റെ നിന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച അതെന്തോ ആവട്ടെ, പക്ഷെ അന്ന് പോലീസിന് എന്തും ചെയ്യാനുള്ള എല്ലാവിധ അധികാരങ്ങളും നൽകിയിരുന്ന അടിയന്തരാവസ്ഥയിൽ പോലും അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിജീവിച്ച് വരാൻ ഞങ്ങൾക്കൊക്കെ അവസരമുണ്ടായപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ പിണറായിയുടെ ഭരണകാലത്ത് 10ഓളം മാവോയിസ്റ്റ് മുദ്രകുത്തി നിരപരാധികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഏത് കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ? 1975 കാലഘട്ടമാണോ അതോ ഈ കാലഘട്ടമാണോ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അന്ന് ജാതികളും മതങ്ങളും ഇത്ര ശക്തമല്ലായിരുന്നു. അന്ന് നാടുവാഴി ഭൂജന്മികളും അടിയാന്മാരും അധ്വാനിക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ പ്രകടമായിരുന്നു. പിന്നീട് ആ വൈരുദ്ധ്യങ്ങളെ ആവരണം ചെയ്ത് മൂടിവെക്കാൻ ബോധപൂർവം വളർത്തിയെടുത്ത ഒരു സംസ്കാരവും രാഷ്ട്രീയവും നമ്മുടെ കേരളത്തിൽ വളരെ ശക്തിയാർജിച്ചു. അതിൻ്റെ ഫലമാണ് ഇന്ന് പിണറായി വിജയനെ പോലെയും മോദിയെ പോലുള്ളവരും നഗ്നമായ ഫാസിസ്റ്റ് പ്രവൃത്തികൾ ചെയ്യാനുള്ള ആ കേന്ദ്രീകരണം ആ ശക്തിയിലേക്ക് അവർ വളർന്നു. അതോടൊപ്പം തന്നെ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ഭൗതിക സാഹചര്യം അവർ ഇന്ത്യയിൽ രൂപപ്പെടുത്തി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മതവും ജാതിയും. എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്തുകൊണ്ട് ബോധപൂർവം ഈ മതജാതി ശക്തികളെ വളർത്തുന്നതിൽ തങ്ങളുടെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അപ്രഖ്യാപിതമായ അതിഗുരുതരമായ ഒരു അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമുക്ക് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരിക്കൽ നമ്മൾ ഈ സാമൂഹ്യ ജീർണതകളിൽ നിന്ന് പുറത്തു കടന്നവരാണ് വളരെ കുറച്ച് പേർ. അതിൽ വിപ്ലവകാരികളുണ്ടായിരുന്നു, സാഹിത്യന്മാർ, എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. ആ പുറത്തു കിടന്ന നമുക്ക് ഇപ്പോൾ ആശയക്കുഴപ്പമാണ്. നമ്മൾ ഇതുവരെ വെച്ചു പുലർത്തിയിരുന്നത് ശരിയായിരുന്നോ? അത് സുസ്ഥിരതയുള്ള കാര്യങ്ങളായിരുന്നോ? അത് വിജയിക്കുമോ? അതുകൊണ്ട് നമ്മളീ പലരും ഇന്ന്
എന്താണോ നമ്മൾ വെച്ചു പുലർത്തിയിരുന്നത് അത് കൈവെടിയാൻ തയ്യാറല്ല. അതാണിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമുള്ള പുരോഗമന ശക്തികളെ ആകെ കുഴപ്പത്തിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. അവരൊരു കാലഘട്ടത്തിൽ അത് ഈ ജീർണതയിൽ നിന്ന് പുറത്തു കിടന്നു, പക്ഷെ അവർക്ക് പോകാൻ അഭയകേന്ദ്രങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണോ അവർ ധരിച്ചു വെച്ചത് അതാണ് ശാശ്വതമായ സത്യമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹ ക്രമത്തിലാണ് നാം ഇന്നുള്ളത്. ഞാൻ എൻ്റെ അനുഭവങ്ങളൊന്നും വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം അതൊക്കെ ഞാൻ അർഹിക്കുന്നതാണ്, അതിൽ നിന്ന് എനിക്കൊരു ഹേതുവില്ല. പക്ഷേ ഇന്നത്തെ എന്നോടൊപ്പം അന്നും ഇന്നും പ്രവർത്തിച്ചിരുന്ന വ്യക്തികളും കുറേ പ്രസ്ഥാനങ്ങളും സത്യത്തിൽ ഇന്ന് ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെയധികം ലജ്ജയാണ് തോന്നുന്നത്. കാരണം അന്ന് 20-22 വയസ്സുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് മാർക്സിസമെന്നോ എന്താണ് ലെനിനിസമെന്നോ ഇതൊന്നും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യവും അവഗണനയും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ അനുഭവത്തിൽ നിന്ന് ഈ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച്, സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ പ്രതികരിക്കണമെന്നുള്ള ആ ഒരു ചെറിയ ബോധത്തിൽ നിന്ന് നക്സലേറ്റ് പ്രസ്ഥാനത്തിലെത്തിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ മറ്റ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും വിലയിരുത്താറുണ്ട്. ഞാൻ അവസാനം അതിൻ്റെ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പശ്ചിമഘട്ട സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു പരിസ്ഥിതി പ്രസ്ഥാനം രൂപപ്പെടുത്തി അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇനിയും ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കേണ്ടതാണ് ഞാൻ ആദ്യം. ഞാനിപ്പോൾ അതിനിടയിൽ മറന്നു പോകാതിരിക്കാൻ, തീർച്ചയായിട്ടും അവരുടെ ഈ ബോധധാര, ഇത് സംഘടിപ്പിച്ചവരുടെ ആ ബോധധാര തീർച്ചയായും സ്വാഗതാർഹമാണെന്ന് മാത്രമല്ല, പലതിനെയും ബോധ്യപ്പെടുത്താൻ വളരെയധികം സഹായകമായ ഒന്നാണ് അവരുടെ ഈ ശ്രമം. വളരെ വലുതാണ് എന്നുകൂടി ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എന്താണ് നമുക്ക് സംഭവിച്ചത്? ഇപ്പോൾ ഞാനത് എൻ്റെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി പറയും, അങ്ങനെയൊന്നും ധരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഞാൻ പിന്തിരിപ്പനായി നിന്നുകൊണ്ട് സംസാരിക്കുകയാണെന്ന് ധരിക്കേണ്ടതില്ല. ഒരു കാര്യം, അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. ആ 1.5-2 വർഷക്കാലം അത് ഇന്ത്യയിൽ ഒരുപാട് അവരുടെ ഫാസിസവും അവരുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ അവരുടെ പോലീസിൻ്റെ മുറകൾ, ഇതെല്ലാം കഠിനമായ ജയിൽവാസം, ഇതൊക്കെ അവരുടെ അടിയന്തരാവസ്ഥ കൊണ്ടുണ്ടായി എന്നുള്ളത്, അതിന് ശിക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ അതിന് വിധേയരാക്കപ്പെട്ടു എന്നുള്ളതെല്ലാം ചരിത്ര സത്യമാണ്. പക്ഷേ അതിനു മുൻപും അതിന് ശേഷവും എന്താ ഇന്ത്യയിൽ സംഭവിച്ചത്? അടിയന്തരാവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് അപ്പുറമായ, അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട സംവിധാനത്തിനെതിരെ ബലപ്രയോഗത്തിലൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ അന്ന് ആ പ്രവൃത്തി ചെയ്തത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഒരു കൃത്യമായി സ്വന്തമായി അഭിപ്രായം പോലും പറയാനുള്ള, സത്യസന്ധമായ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിൽ ഇന്ത്യയിലെ നിയമനിർമ്മാണങ്ങളും ഭരണകൂടവും നമ്മളെ ചങ്ങലകൾ കിട്ടിയിരിക്കുകയാണ്. ഇതിലപ്പുറം വലിയൊരു അടിയന്തരാവസ്ഥയിൽ വരാനില്ല. ഇതിനെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുക? ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതിനെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുക? ആരുടെ അടുത്താണ് ഇതിനകത്തുള്ള മാർഗങ്ങളുള്ളത്? ഇവിടുത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ മുമ്പിലാണ് അതുള്ളത്? നമുക്കറിയാം, നമ്മളുടെ ഭാവി ശൂന്യമാണ്. ഇന്നത്തെ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഏതിനെങ്കിലും ഒന്ന്, അത് ശരിയോ ജീർണിച്ചതോ പുരോഗമനം എന്നുള്ളതല്ല, ഏതെങ്കിലും ഒന്നിനെ ചാരി നിൽക്കാനേ പറ്റൂ, അല്ലേ? നമ്മളെന്നാലോചിച്ചു, ഒരു വ്യക്തിയായാലും ഒരു സംഘടനയായാലും അതിന് സ്വന്തമായി നട്ടിലില്ല. അതിന്ന് മറ്റു പലതിനെയും ചാരുകയാണ്. അത്തരം ഒരു അവസ്ഥയിലേക്ക് ഈ രാഷ്ട്രീയ അപജയം ചെന്നെത്തിപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം ഇതാണ്: നമ്മൾക്ക് എന്താണ് ഇതിന് പ്രതിവിധി? എന്താണ് നമ്മുടെ മുമ്പിലുള്ള ബദൽ? ഇന്നത്തെ നിലനിൽക്കുന്ന ജനാധിപത്യമെന്ന് പറയുന്ന ഈ സംവിധാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണോ? അതല്ല കുറച്ചുകൂടി തീവ്രമായി ചിന്തിക്കുന്ന ചില ഗ്രൂപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്ന സായുധ വിപ്ലവമാണോ? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്.
ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 76-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. അതിൻ്റെ ഇരയാക്കപ്പെട്ട ഒരു ആളാണ് ഞാൻ. എൻ്റെ തുടകൾ ഉരുട്ടി അരച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് പഴുത്തു വന്ന് ജീർണിച്ച് വ്രണമായ പാടുകൾ ഇപ്പോഴും എൻ്റെ അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയാണ് ഇന്ത്യയിൽ മറ്റൊരു ഒരു ഭരണപരമായ ഒരു മാറ്റം ഉണ്ടായത്. അത് ഞാൻ കാണുന്ന 1976-ൽ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതിയെന്നുള്ളതാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റ് കൺട്രിയാണെന്ന് എഴുതി ചേർത്ത് ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധി അവിടെ സ്തുതിക്കപ്പെടണം എന്നുള്ളതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഇന്ദിരാഗാന്ധിയുടെ സംഭാവനയുമല്ല. അത് ഭരണഘടനാ രൂപീകരണ കാലഘട്ടത്തിൽ നെഹ്റുവിനെയും അബ്ദേക്കറിനെയും പോലുള്ള അന്ന് പട്ടേലിനെ പോലുള്ള അന്നത്തെ ആ ഭരണകർത്താക്കൾ ലോകത്തിൻ്റെ മാറ്റങ്ങളെ അത് ഇന്ത്യക്ക് അനിവാര്യമാക്കി തീർക്കുന്നതിന് എഴുതി ചേർത്ത വളരെ പ്രധാനപ്പെട്ട മനുഷ്യ രാശിക്ക് മറക്കാനാവാത്ത ഒരു മഹത്തായ ആശയങ്ങളാണ് അതിൽ എഴുതി ചേർത്തത്. പക്ഷേ അതിനെന്താ സംഭവിച്ചത്? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? എവിടെയാണ് സെക്യുലറിസം ഉള്ളത്? ഇവിടുത്തെ വിപ്ലവ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നവർ മുതൽ ഇവിടുത്തെ BJP വരെ പറയുന്നത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നാണ്. സെക്യുലറിസം എന്നുള്ള വാക്കിന് 6 മലയാള അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ശരിയായ അർത്ഥം ഒരു മതവിമുക്ത ഇന്ത്യ എന്നാണ്. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. പക്ഷേ ആ വാക്ക് പ്രയോഗിക്കാൻ ഇവിടുത്തെ ഒരു വിപ്ലവ ശക്തിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറല്ല. എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ചാരി നിൽക്കണം. ആ ചാരി നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ സാമൂഹികക്രമം നിലനിന്നു പോവുള്ളൂ. അപ്പോൾ ചിലതെല്ലാം നഷ്ടപ്പെടാനുള്ളവരായി മാറുന്നു. മറ്റൊന്ന്, അതുകൊണ്ട് അതുപോലെ തന്നെ സോഷ്യലിസം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ സംഭാവനയാണോ? അല്ലല്ലോ. അത് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്ന കാലഘട്ടത്തിലുമുണ്ട്. പക്ഷേ അതിനെന്താ സംഭവിച്ചത്? ഇന്ത്യയുടെ ഏത് കോണിലാണ് സോഷ്യലിസം എന്നുള്ള അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്? ഇല്ലല്ലോ. പക്ഷേ ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും നമ്മെ പറഞ്ഞു പിടിപ്പിച്ചു ഇന്ത്യ മതേതര രാഷ്ട്രമാണ്, ഇന്ത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. നമ്മുടെ സമൂഹം അത് കേട്ട് വിശ്വസിച്ചു, അല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇത്രയും ഈ 140 കോടി വരുന്ന ജനങ്ങളെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരും മതമേധാവികളും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന, സ്ഥിരമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 ആശയങ്ങളാണത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് BJPയുടെ RSSൻ്റെ നേതാവ് അയാൾ പറഞ്ഞത്, ഞങ്ങൾ BJP വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നാൽ സോഷ്യലിസവും സെക്യുലറിസവും ഭരണഘടനയിൽ നീക്കം ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അതിനെതിരെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും ശബ്ദിച്ചില്ല, ഒരു മതവും ശബ്ദിച്ചില്ല. ആ 2 അവസ്ഥകൾ കൂടി യഥാർത്ഥത്തിൽ അതില്ല. പറയാനെങ്കിലുമുള്ള അവകാശം അതുകൂടി നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ എവിടെ എത്താണ്? ഇവിടെ ലോകയുദ്ധങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇരയാക്കപ്പെടുന്ന പാവങ്ങൾക്കും ജനങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന ആ ജനതയോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സോഷ്യലിസവും ജനാധിപത്യവും സെക്യുലറിസവും നമ്മുടെ ഭരണഘടനയിൽ എടുത്തു മാറ്റുകയും അതിന് ശേഷം കാണാൻ കഴിയുന്ന എന്തായിരിക്കും? കൃത്യമായ വർഗീയ ആധിപത്യം. അത് പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ പൂർണ്ണമായി ബ്രാഹ്മണ ആധിപത്യം. ഈ ബ്രാഹ്മണ ആധിപത്യം വരുമെന്ന് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡോക്ടർ അബ്ദേക്കർ 2026-ൽ മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തെ എതിർത്തു. അന്നിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അബ്ദേക്കർ പറഞ്ഞത് ബ്രിട്ടീഷ് ചാരനാണെന്നാണ്, അല്ലേ? ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇതൊന്നും ഇന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളോ കമ്മ്യൂണിസത്തിൻ്റെ പേര് പറയുന്ന ഗ്രൂപ്പുകളോ ഇവരൊന്നും മാർക്സിസത്തിൻ്റെ
അടുത്തുകൂടി കടന്നു പോയിട്ടില്ലെന്നാണ് ഇപ്പം പ്രായമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വേറൊന്നാണ്. അത് കണ്ടെത്തിയിട്ടുള്ള നേതാക്കന്മാർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരത് ഇന്ത്യയിൽ പ്രയോഗിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനന്തരഫലമാണ് ഈ പറയുന്ന സെക്യുലറിസവും സോഷ്യലിസമൊക്കെ. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ലോക ചരിത്രത്തിൽ മതമാണ്, ചിന്തയാണ് ഈ ലോകത്തിൻ്റെ നാശത്തിന് കാരണം എന്നാദ്യമായി ലോകത്തോട് പറഞ്ഞ കാറൽ മാർക്സാണ്. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല. എന്താണ് സെക്യുലറിസം എന്ന്? ഒരു ജീവി ഈ പ്രകൃതിയിൽ ജനിക്കുമ്പോൾ അവൻ സെക്യുലറിസ്റ്റായിട്ട് ജനിക്കുന്നത്. ആ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അവൻ വളരുന്നത്, അവൻ്റെ ബുദ്ധിവികാസം ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്താണ്? അത് മനുഷ്യൻ്റെ ബോധമോ മനുഷ്യൻ്റെ ചിന്തകളോ ദൈവമോ മനുഷ്യധാരണകളൊന്നുമല്ല, പ്രകൃതിയുടേതായ നിയമമുണ്ട്. ആ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ ഒരു ജീവിക്കും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സെക്യുലറിസം എന്നുള്ളത് മനുഷ്യൻ്റെ ജന്മാവകാശമാണെന്ന് കാറൽ മാർക്സ് പറയും. ആ മാർക്സിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ എവിടെയാണ് ഇട്ടിരിക്കുന്നത്? നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം ഞാൻ നിങ്ങളുടെ സമയം കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് വലിയ വിഷയങ്ങളായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വേദികൾ ഒരുക്കുന്നതും തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെ നന്മയുടെ മൂല്യങ്ങളെ ഒരിക്കലും കൈവെടിഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതെ പുതിയ തലമുറകൾക്കും സമൂഹത്തിനും കൈമാറുന്നതിന് ഇത്തരം വേദികൾ ഒരുക്കിയ എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ നമ്മൾ അടിയന്തരാവസ്ഥ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അടിയന്തരാവസ്ഥ നമ്മൾ ഇന്ത്യൻ ചരിത്രം നമ്മൾ പറയുമ്പോൾ എപ്പോഴും പിന്നെ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്നൊക്കെയാണ് പഴയ ചരിത്രത്തിന് ഒരു ഇത്. പക്ഷേ ഇന്ത്യൻ്റെ ചരിത്രം അറിയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷം. പക്ഷേ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥക്ക് മുമ്പ് അടിയന്തരാവസ്ഥക്ക് ശേഷം എന്ന രണ്ട് വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് അടയാളപ്പെടുത്തുന്നത്. അടിയന്തരാവസ്ഥക്ക് ശേഷം ഇപ്പം 50 കൊല്ലമായി. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഈ 50 കൊല്ലത്തെക്കുറിച്ചാണ്. അടിയന്തരാവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കന്ന് ഒരു 18-19 വയസ്സാണ്. അടിയന്തരാവസ്ഥ ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ഞങ്ങളന്ന് CPML പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കോളേജ് വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അടിയന്തരാവസ്ഥയിൽ ഈ കാരണം പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടാവുകയും ഞാനതിൽ പങ്കെടുത്തു എന്നല്ലേ പറയേണ്ടത്, പ്രതിയാവുകയും പിന്നെ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതിന് ശേഷമുള്ള 50 കൊല്ലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർണായകമായ പല പരിവർത്തനങ്ങളും ഉണ്ടായ ഒരിതാണ്. നമ്മൾ അടിയന്തരാവസ്ഥക്ക് മുമ്പ് ശേഷം ശരിക്കും ചരിത്രത്തെ പിന്നെ വിഭജിക്കേണ്ടതാണ്. കാരണം അടിയന്തരാവസ്ഥക്ക് ശേഷം ഒരിക്കലും അടിയന്തരാവസ്ഥക്ക് മുമ്പ് ഉള്ള ഒരു കാലമായിരുന്നില്ല. അതിൽ നിന്ന് ആരാണ് ഏറ്റവും കൂടുതൽ വിളവ് കൊയ്തത്, ഏറ്റവും കൂടുതൽ നേടിയത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരെയും അതിന് ഉപദേശം കൊടുത്ത ആൾക്കാരെയും ഒക്കെ ഇതിൽ. അപ്പം അതിന് മുമ്പിൽ ഞാൻ ഒന്ന് പറയട്ടെ. ഈ അടിയന്തരാവസ്ഥ കുറിച്ച് ഇന്ദിരാഗാന്ധിക്ക് ഒരു ഉപദേശം കൊടുത്ത ആള് സിദ്ധാർത്ഥ് ശങ്കർ റേ എന്ന് പറയുന്ന ബംഗാളിലെ ഒരു നേതാവാണ്. അയാളെക്കുറിച്ച് ഒന്നുകൂടി പറയാനുണ്ട്. അയാൾ ആരാണ്? അയാൾ ഈ 1930കളിൽ ലാലാ ലജപത് റായ് എന്ന് പറയുന്ന അക്കാലത്തെ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനീനെ ബ്രിട്ടീഷ് പോലീസ് അടിച്ച് പിന്നീട് അയാൾ മരിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ആളെ പേര് കിട്ടുന്നില്ല, ഈ സിദ്ധാർത്ഥ് ശങ്കർ റായിൻ്റെ മുത്തച്ഛൻ
അയാളും അയാളുടെ ഭാര്യയാണ് ഉത്തരേന്ത്യ മുഴുവൻ നടന്നിട്ട് ഈ അനീതിക്ക് പ്രതികാരം ചോദിക്കാൻ ആൺകുട്ടികളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രസംഗിച്ച് നടന്ന അതിൻ്റെ പേരിലാണ് ഈ 1920, 30, 40കളിലൊക്കെ ഇപ്പം ടെററിസ്റ്റ് മൂവ്മെൻ്റ് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ഏറ്റവും ദേശഭക്തരായിട്ടുള്ള ഏറ്റവും മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ നിര വന്നത്. ആ കക്ഷിയുടെ പേരക്കിടാവാണ് സിദ്ധാർത്ഥ് ശങ്കർ റായ്. ഇയാളെ മറ്റേ കക്ഷിയുടെ പേര് നമ്മൾ എനിക്കും വയസ്സായി അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ചരിത്രം നമുക്കുണ്ട്. ഈ സിദ്ധാർത്ഥ് ശങ്കർ റായ് എന്ന് പറയുന്ന ആൾ പിന്നീട് പഞ്ചാബിലെ ഗവർണറാവുകയും ഈ ബംഗാളിലെ പോലെ തന്നെ എല്ലാ പ്രതിഷേധിക്കുന്ന ആളെയും കൊന്നുകളയുക എന്ന ഒറ്റ ഒരു ഇതുണ്ടാക്കുകയും ചെയ്തു. അത് ആരാണ് ആ ഉപദേശം സ്വീകരിച്ചത് മറ്റേ അതെല്ലാം നമുക്ക് വിട്ടുകളയാം. പക്ഷേ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഈ 50 വർഷങ്ങളിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയും നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്ത ഒരു സംഭവം. അതിൽ ഏറ്റവും പ്രസക്തമായത് ഈ അടിയന്തരാവസ്ഥയുടെ വളത്തിൽ നിന്നാണ്, ഈ അടിയന്തരാവസ്ഥയുടെ ജീർണതയിൽ നിന്നാണ്, രാഷ്ട്രീയമായ ദുർനടപ്പിൽ നിന്നാണ് ഈ ഇന്നത്തെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും മോശപ്പെട്ട വർഗീയതയുടെ ആൾരൂപമായിട്ടുള്ള മോദിയെ പോലെ പിന്നെ ഒരാൾ ഉണ്ടായി വരുന്നത്. അത് ഈ അടിയന്തരാവസ്ഥേൻ്റെ പ്രോഡക്റ്റാണ് അയാൾ. അതിൽ നിന്നാണ് ഈ നിയമസഭയിൽ 2 സീറ്റ് മാത്രമുള്ളവർ ഇന്ന് ഭൂരിപക്ഷം ഞങ്ങൾക്ക് 30 സീറ്റ് ഇവിടെ കേരളത്തിൽ കിട്ടിയാലും ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റും എന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് വരുന്നത്. അത് എല്ലാം കഴിഞ്ഞു. നമ്മൾ 50 വർഷം പിന്നിട്ടു. അതിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചു? നമ്മളെ ആ 50 വർഷം നമ്മളെ ബോധ്യപ്പെടുത്തിയത് എന്താണ്? ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ ഒന്നും നഷ്ടമായില്ല. ഞാൻ 2.5 വർഷത്തോളം ഈ അടിയന്തരാവസ്ഥ കാലത്ത് അതെന്ന് പറയുന്നതിൽ ശരിയല്ല. ഞാൻ അല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുമായിരുന്നു. അത് അടിയന്തരാവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമല്ല, പക്ഷേ അടിയന്തരാവസ്ഥയുടെ തീഷ്ണത ഞങ്ങൾക്ക് ലഭിച്ച മർദ്ദനത്തിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ അതിനെ ചെറുത്തു നിൽക്കാനുള്ള ഭാഗമായിട്ട് പിന്നെ നിങ്ങളെല്ലാവരും എന്നെ കണ്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ഒരു വില്ലേജ് ഓഫീസറായിട്ടൊക്കെ റിട്ടയർ ചെയ്യുന്ന ഒരാളായിട്ടാണ്. അതല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേജിക്കാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഇതല്ലാണ്ട് വേറെ പലതും ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ പിന്നെ 2.5 കൊല്ലം ഞാൻ എന്നെ ജയിലിലിട്ടിട്ടുണ്ടെങ്കിലും അതിന് ശേഷം പിന്നെ മലയാളത്തിലെ കേരള സാഹിത്യ അക്കാദമി എനിക്ക് ഏറ്റവും നല്ല കൃതിക്കുള്ള അവാർഡ് എൻ്റെ പുസ്തകത്തിനാണ് തന്നത് കിട്ടിയത്. ഈ അബുദാബി ശക്തി അവാർഡ് എൻ്റെ പുസ്തകത്തിനാണ് കൊടുത്തത്. അപ്പം ഞാനിത് എന്താണെന്ന് എനിക്ക് തന്നെ തിരിയുന്നില്ല. എൻ്റെ നാട്ടിലൊരു ഭ്രാന്തനുണ്ടായിരുന്നു, എനക്കെന്നെ തിരിയുന്നില്ലയോ എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇങ്ങോട്ട് ചോദിക്കാതെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ കഴിഞ്ഞ 50 വർഷം നമ്മളിലുണ്ടാക്കിയ സ്വാധീനം, നമ്മൾ ആ 50 വർഷത്തിൽ നമ്മൾ സ്വന്തമായിട്ട് കൊടുത്ത നമ്മുടെ സംഭാവന എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും പതുക്കെയെങ്കിലും മനസ്സിൽ പറയണം എന്നുള്ളതാണ്. കഴിഞ്ഞ 50 വർഷം നമുക്ക് എന്ത് നൽകി, ഈ 50 വർഷത്തിന് നമ്മളെന്ത് നൽകി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു അവസരം ഇവിടെ എനിക്കുണ്ടാവുകയും പ്രത്യേകിച്ച് രാവണേട്ടനെ പോലെ, രാവണേട്ടൻ ഞാനല്ലോ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ്. അന്ന് രാവണേട്ടൻ ഈ കോങ്ങാട് കേസിലെ ഭീകരനായ ഒരു കുറ്റവാളിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ രാവണേട്ടൻ്റെ എല്ലാം ഒരു പ്രിയപ്പെട്ട അനിയനായിട്ട് ഞാൻ 2.5 കൊല്ലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാസോട്ടൻ അന്ന് ഞങ്ങളായിട്ട് അത്ര ഇതില്ല. അവർ മിസ തടവാണ്. കണ്ണൂരിലെ CP ബ്ലോക്ക് എന്ന് പറയുന്നത് ക്ലോസ് പ്രിസൺ ബ്ലോക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു പടിഞ്ഞാറേ ഭാഗത്താണ് ഈ മിസ തടവുകാർ. ഞങ്ങൾ റിമാൻഡ്, ഞങ്ങൾക്ക് കരുതൽ തടങ്കലല്ല,
ഞങ്ങളെയൊക്കെ കുറ്റവാളികളായിട്ട് ശിക്ഷിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന റിമാൻഡ് തടവുകാരായിരുന്നു. അപ്പോൾ രാവണേട്ടനെല്ലാം കണ്ടെടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാ ഇപ്പോൾ ഒരു വ്യത്യാസമില്ലാണ്ട് രാവണേട്ടനിൽ ഇത്രയും ഇപ്പം ഞങ്ങളൊക്കെ പണ്ട് നിങ്ങൾ വേണ്ടാണ്ട് വർത്താനം പറയുന്നത്, അതുപോലെ ഇന്നും ഞാനിവിടെ ഇരുന്നിട്ട് രാവണേട്ടൻ മതി അത്രയും പറഞ്ഞാൽ മതി, ഇത് പറയേണ്ടി വരുന്ന ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. നമസ്കാരം. ഇപ്പോൾ 75 നമ്മുടെയൊക്കെ ഞാൻ IT പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസ് ക്രൈംബ്രാഞ്ച് വന്ന് പിടിച്ചു കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ ജയറാം പടിക്കലിൻ്റെ പുതിയ കണ്ടുപിടുത്തമായിരുന്നു ഷെൽട്ടറുകൾ തകർക്കുക എന്നുള്ളത്. അപ്പോൾ അന്ന് കണ്ണൂർ താപൻ ചന്ദ്രനും അമീറും വളരെ കാലമായിട്ട് ഒളിവിലായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് അന്വേഷിച്ചാണ് നമ്മളൊക്കെ അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തി 99 ദിവസം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ജയിലിൽ കൊണ്ടുപോയി 18 ദിവസം മറ്റേ ജയിലിൽ കിടക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് അവസ്ഥ പിൻവലിച്ച് നമ്മൾ പുറത്ത് വന്നു. അപ്പോൾ അവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഈ നക്സലൈറ്റുകൾക്ക് അനുകൂലമായൊരു നല്ലൊരു ചലനം ഉണ്ടായി. ഈ ചലനം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ അന്നത്തെ നക്സലൈറ്റുകൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അതിൻ്റെ മെച്ചം മുഴുവൻ അനുഭവിച്ചത് CPM-കാരാണ്. എന്ന് വെച്ചാൽ 77 ഇലക്ഷനിൽ രാജൻ കേസിൻ്റെ കാര്യം അവർ മിണ്ടിയിരുന്നില്ല. ബഹുഭൂരിപക്ഷത്തോടു കൂടി CPM ഇടതുപക്ഷ പാർട്ടികൾ തോറ്റപ്പോൾ അന്ന് KR ഗൗരി അടക്കം തോറ്റ്, EMS അങ്ങനെ 1-2 ആളെ അസംബ്ലിയിൽ ജയിച്ചുള്ളൂ. ആ സമയത്ത് KSYF അതിൻ്റെ ഒരു മീറ്റിംഗ് വടകര ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നായനാരാണ് അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അതിൽ 2-3 ചെറുപ്പക്കാർ ചോദിച്ചു, അല്ല സഖാവേ, ഈ രാജൻ കേസ് എന്തുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ചില്ല ഈ ഇലക്ഷനിൽ? അപ്പോൾ ഇയാളെടുത്ത മറുപടി, അത് നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടേ സഖാക്കളെ എന്നാണ്. അപ്പോൾ വേറെ ചെറുപ്പക്കാർ ചോദിച്ചു, ഇത് AKGയും വിശ്വനാഥ മേനോനും എഴുതി ചോദിച്ചതിന് രേഖയുണ്ടല്ലോ എന്ന്. നായനാർ അപ്പം തന്നെ മലക്കം പറഞ്ഞു, അത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് CPM പിടിച്ചു നിന്നത്. നമ്മൾ അഘോരം വിപ്ലവം പ്രസംഗിക്കുന്ന നക്സലൈറ്റുകൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഈ നക്സലൈറ്റുകൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം നക്സലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നീ ഏതാന്ന് ചോദിക്കണം. ഇപ്പോൾ ഈ നമ്മളെ നാട്ടിൽ ഈ ജാതി ചോദിക്കുന്ന മാതിരി CPIM-ൽ അത് ഇത് മാവോവാദി, കീബോവാദി, CPM മറ്റേത് എന്നൊക്കെ ഒരു 10, 30, 40 മറ്റുണ്ട്. എനിക്ക് തന്നെ അറിയില്ല ഏതൊക്കെയാണെന്നുള്ളത്. ഞാൻ അറിയപ്പെടുന്നത് KN-ൻ്റെ പാർട്ടി, ഉണ്ണിച്ചക്കൻ്റെ പാർട്ടി, മറ്റേ പാർട്ടി ഒരാളുടെ പേരിലാണ്. ഈ അവസ്ഥ വിട്ടിട്ട് നമ്മൾ പഴയ മാതിരി ഒന്നിച്ചൊരു മൂവ്മെൻ്റാ പോവുകയാണെങ്കിൽ വല്ല ഗുണം ആർക്കും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി VK കൃഷ്ണമേനോനെ വീട്ടിൽ പോയി കണ്ടതായിട്ട്, അല്ല VR കൃഷ്ണയ്യരെ വീട്ടിൽ പോയി കണ്ടതായിട്ട് VR കൃഷ്ണയ്യരെ ഇവിടെ എഴുതിയിട്ട് കണ്ടു. അന്ന് അത്രയെങ്കിലും ജനാധിപത്യ ബോധം ഫാസിസ്റ്റ് എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നവും വേണ്ട, ഒന്നും വേണ്ട, താൻ ഭീകരവാദിയാന്ന് പറഞ്ഞ് ഏതൊരാളെയും പിടിച്ച് ജയിലിലാക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മളെ മഹനീയ വിപ്ലവകാരി പിണറായി വിജയൻ പറഞ്ഞത്, ഇവിടെ കോഴിക്കോട് 2 ചെറുപ്പക്കാരെ പിടിച്ചപ്പോൾ അവർ ചായ കുടിക്കാൻ പോയതല്ല എന്നാണ്. സുപ്രീം കോടതി പറഞ്ഞു മാവോ സാഹിത്യങ്ങൾ ഇന്ത്യയിൽ നിരോധിച്ചില്ല, അതുകൊണ്ട് വായിച്ചതിൽ തെറ്റില്ല. അതിനുശേഷം ഈ വിപ്ലവകാരി എന്ന് പറയുന്ന പിണറായി ഒരു കാര്യം മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അടിയന്തരാവസ്ഥ എന്നെ സംബന്ധിച്ച് പലരും ഇവിടെ പല സമീപനങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും ഏറെക്കുറെ അതിൻ്റെ സമഗ്രമായ കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നാരായണൻ പറഞ്ഞതാണ് വസ്തുത. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതിൻ്റെ മർദ്ദനങ്ങളെ സംബന്ധിച്ച് അതിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക്
കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. അത് കഴിയാതെ പോയത് എനിക്ക് തോന്നുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ വീക്ഷണത്തിൻ്റെ പരിമിതികളായിരുന്നു. പിന്നീടാണ് ഈ വിഭാഗം മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി, പൗരാവകാശത്തിൻ്റെ പ്രസക്തി എന്നിവയെക്കുറിച്ച് കാര്യമായിട്ട് കേരളീയ സമൂഹത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്നും ഈ വിഭാഗം തന്നെയാണ് കേരളീയ സമൂഹത്തിലുണ്ടാകുന്ന ഈ എന്തെങ്കിലും ദുരന്തങ്ങളെ സംബന്ധിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് സാർവദേശീയവും ദേശീയവുമായ വലിയ മാനങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു വിരലത്തിന് മുമ്പിൽ തന്നെ അതിനെക്കുറിച്ച് കിട്ടാവുന്നതാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഷാ കമ്മീഷൻ എന്തു പറഞ്ഞു എന്നുള്ളത് നമുക്കിന്ന് ലഭ്യമാണ്. മർദ്ദനത്തെ സംബന്ധിച്ചും സ്റ്റേറ്റിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചൊക്കെ തന്നെ വിശദമായിട്ട് ഷാ കമ്മീഷൻ പഠിക്കുകയും റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം വടകര പോലുള്ള പ്രദേശത്ത് ഇത്തരൊരു യോഗം കൂടുന്ന സമയത്ത് പ്രബുദ്ധമായ വടകരയിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സഖാക്കൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ സന്ദർഭത്തിൽ. പ്രത്യേകിച്ച് ദാമോദരൻ മാഷ്, PK എന്ന് പറയുന്ന PK ദാമോദരൻ മാഷ്, അതേപോലെ തന്നെ അതിനു മുമ്പ് കോങ്ങാട് കേസിലുണ്ടായിരുന്ന ഭാസ്കരൻ, അതേപോലെ തന്നെ നിരവധി സഖാക്കൾ, അതിന് വേരുകൾ തന്നെയാണ് ഈ വടകര പ്രദേശത്തുണ്ടായിരുന്നത്. നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ വേര് ഉണ്ടായിരുന്ന ആഴ്ന്നു കിടന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു വടകര. അതുകൊണ്ട് തന്നെ ഇത്തരൊരു യോഗം ഇവിടെ വെച്ച് ചേരുന്നതിൽ തികച്ചും സാങ്കത്യമുണ്ട്. ഇപ്പം സോമശേഖരൻ കായണ സമരത്തിൽ 1-ാം പ്രതിയാണ്. ധീരമായിട്ട് പോരാടുകയും മർദ്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള സഖാവാണ്. അതേപോലെ തന്നെ നിരവധി സഖാക്കൾ, ഇപ്പോൾ ഓരോ ആളുടെ കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നില്ല, കാരണം രാഷ്ട്രീയ സമരത്തിൽ മർദ്ദനം സ്വാഭാവികം മാത്രമാണ്. അത് ഇന്നലെകളിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെ അതുണ്ടാവും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മർദ്ദനം കിട്ടി അല്ലെങ്കിൽ ജയിലിൽ പോയി എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അത് പലപ്പോഴും വ്യക്തികൾ അങ്ങനെ നോക്കിക്കാണുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഉള്ളൊരു കാര്യമാണ് സാമാന്യേന. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഈ കാര്യം ചിന്തിക്കുന്ന സമയത്ത് ശിഥിലമായ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ഇവിടെ നാരായണൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിനെങ്ങനെ ഒരു റീഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുന്നൊരു വിഭാഗം നമ്മുടെ ഇടയ്ക്കുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്താണ് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരം അന്വേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കാരണം ഈ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ചിലവർ പറയുന്നു ജാതി കാണാതെ പോയതാണെന്നുള്ളത്. കാണാതെ പോയി എന്നുള്ളത് സമ്മതിക്കുമ്പം തന്നെ അതിൽ തന്നെ ഒട്ടനവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ ജാതിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നന്നായി ആ പ്രശ്നത്തെ വിലയിരുത്താൻ ശ്രമിച്ചത് മാർക്സാണ്. കാരണം ഇന്ത്യൻ സമൂഹത്തിൽ ഭരണകൂടത്തിനകത്തും സമൂഹത്തിലും ജാതി വ്യവസ്ഥ കുടികൊള്ളുന്നു എന്ന് ജർമ്മൻ പ്രത്യയശാസ്ത്രം എഴുതുന്ന കാലത്ത് തന്നെ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ വിലയിരുത്താനോ അതിനെ സൈദ്ധാന്തികമായി വികസിപ്പിച്ചെടുക്കാനോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിച്ചില്ല. അതിൽ നക്സലേറ്റുകളും കുറ്റക്കാർ തന്നെയാണ്. അതിൻ്റെ തിക്തഫലം നാം അനുഭവിക്കുകയുണ്ടായി. കോമ്രേഡ് ഗദ്ദർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ ജാതി സമരത്തിൽ ആകർഷനായി ആദ്യം അംബേദ്കറോട് കൂറ് പ്രഖ്യാപിക്കുകയും പിന്നീട് PWGയിൽ നിന്ന് പുറത്തു വരികയും പിന്നീട് അദ്ദേഹം കോൺഗ്രസ്സായി മാറുകയും
ദൈവവിശ്വാസിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു സമഗ്രമായ വീക്ഷണം മുന്നോട്ട് വെക്കാൻ ഇന്ത്യയിലെ മാർക്സിസ്റ്റുകളിൽ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് ഗദ്ദറെ പോലുള്ള ആളുകൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ വഴിയാധാരം ആവേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ ജാതി എന്നുള്ള പ്രശ്നം മാർക്സിസവുമായി ബന്ധിപ്പിച്ച് നാം വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ ശാസ്ത്രീയമായി വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കേഡർമാരെ നഷ്ടമാവും, പാർട്ടി സ്പ്ലിറ്റാവും. അംബേദ്കറുടെ ആവേശം കൊണ്ട് ജാതിയെ സംബന്ധിച്ച് നാം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം അംബേദ്കർ ജാതിയെ ഉയർത്തിപ്പിടിച്ചെന്നുള്ളത് ശാസ്ത്രീയമായ ഒരു നിലപാട് തന്നെയാണ്. കാരണം കാണാത്തതിനെ കാണുക എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ സാമൂഹ്യ മാറ്റത്തിൽ അംബേദ്കറുടെ സംഭാവനകൾ ഇണക്കിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെ സമഗ്രമായി കാണാൻ നാം ശ്രമിക്കുന്നില്ലെങ്കിൽ വർഗസമരവും ജാതി സമരവും രണ്ടായിട്ട് മാറുകയും അങ്ങനെ ഏകപക്ഷീയമായി ജാതിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടി വരും, വർഗത്തിൻ്റെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതിൽ നാം ഇനിയും വിജയിച്ചിട്ടില്ല. ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ സമഗ്രമായ വീക്ഷണം ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരിക. ഒരു ഭാഗത്ത് ഇറാനിലകത്ത് ജനാധിപത്യത്തിന് വേണ്ടി സ്ത്രീകളടക്കം വർഷങ്ങളായിട്ട് പോരാടുന്നുണ്ട്. ഒരു 40 വർഷത്തിലധികം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ളത്. അമേരിക്കൻ സാമ്രാജ്യത്വം ഈ ആഭ്യന്തര വൈരുദ്ധ്യത്തെ മുതലെടുത്തുകൊണ്ട് അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി അവിടെയുള്ള ഭരണാധികാരിനെ, അവിടുത്തെ പരമാധികാരം കൈയാളുന്നതായുള്ള ഒരു ഭരണകൂടത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ആയത്തുള്ള ഖമേനിനെ വധിക്കുകയുണ്ടായി. മാത്രമല്ല ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി യുദ്ധത്തിലിപ്പോൾ. അത് തന്നെയാണ് ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നൊക്കെ പറയുമ്പം 2 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 3ാമത്തെ അടിയന്തരാവസ്ഥയാണ് ഞാൻ നേരിട്ട് അനുഭവിച്ചത് എന്ന് പറയുമ്പം തന്നെ ഈ ഉടനീളം സാമ്രാജ്യത്വം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതിനെ ഏകപക്ഷീയമായിട്ട് പ്രതികരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ മുതലെടുക്കാനാണ് സാമ്രാജ്യത്വം ശ്രമിക്കുന്നത്. സമഗ്രമായൊരു നിലപാട് മുന്നോട്ട് വെക്കുന്നില്ലെങ്കിൽ അത് പരാജയത്തിലേ കലാശിക്കുള്ളൂ. കാരണം അംബേദ്കറെ ബ്രിട്ടീഷ് ഏജൻറ്റ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകൾ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ബ്രിട്ടീഷുകാരുമായിട്ട് ഇണങ്ങിച്ചേർന്ന നിലപാടായിരുന്നു അംബേദ്കർ എടുത്തിരുന്നത്. പക്ഷേ അതേസമയം കാസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാതി വിമോചനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ അംബേദ്കർ തയ്യാറായിരുന്നു. പക്ഷേ ഈ 2 അനുഭവങ്ങളും നമ്മൾ മുരുണ്ട്. ഈ 2 അനുഭവങ്ങളിൽ നമ്മൾ വൈരുദ്ധ്യാത്മകമായിട്ട് മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് വെക്കേണ്ട ഉത്തരവാദിത്വം മാർക്സിസ്റ്റുകൾക്കാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നാം മാർക്സിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്നത്. മാർക്സ് തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ സമൂഹത്തെ സവിശേഷമായി വിലയിരുത്തുകയും ഈ സമൂഹത്തിൽ വർഗവും ജാതിയും ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും ഭരണകൂടത്തിനകത്ത് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജാതി രാഷ്ട്രീയ സമരത്തിൻ്റെ രൂപം കൈക്കൊള്ളുമെന്നുള്ളത് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അങ്ങനെ അവർ ആ കടമ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ നീട്ടുന്നില്ല. അവസാനമായിട്ട് പറയാനുള്ളത് മാർക്സ് എംഗൽസിനോട് പറഞ്ഞൊരു വാക്കാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് പലതും തെറ്റാണ്, പക്ഷേ നമ്മൾ തന്നെയാണ് ശരി. അതുകൊണ്ട് മാർക്സ് അറുപിന്തിരിപ്പനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ് എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഖാക്കളെ, സുഹൃത്തുക്കളെ, സംസാരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന ഒരാളല്ല ഞാൻ. സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നയാളും അല്ല. പക്ഷേ അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ, അരനൂറ്റാണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരായി സ്വന്തം ജീവിതം കൊണ്ട് സമരം ചെയ്ത ഒട്ടേറെ സഖാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ആ സമ്മേളനത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയത്. അടിയന്തരാവസ്ഥ അവസാനിക്കുന്നതിന് മുൻപ് ML പ്രസ്ഥാനവുമായി ചില ബഹിർതല ബന്ധങ്ങൾ സൂക്ഷിക്കുകയും
പോലീസിൻ്റെയോ അതുപോലുള്ള ഭരണകൂട ഉപകരണങ്ങളുടെയോ ഒന്നും നോട്ടപ്പാടിൽ പെടാതെ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ. വിദ്യാർത്ഥിയായിരുന്ന കാലം തടവറയിൽ അടയ്ക്കപ്പെട്ടിരുന്ന പലരും എനിക്കറിയാവുന്നിടത്തോളം എൻ്റെ പരിചയസീമയ്ക്ക് അകത്ത് വരുന്ന ചിലർ ഞങ്ങൾ ചെറിയ വിദ്യാർത്ഥികളൊക്കെ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ബൗദ്ധികമായി വളരെ ഉയർന്ന തലത്തിലുള്ളവർ എന്ന് ഞങ്ങൾ കരുതിയിരുന്ന പല ആളുകളും അന്ന് ജയിലിലായിരുന്നു. നക്സലൈറ്റുകളാണ് എന്നുള്ളതുകൊണ്ട് അവരോടുള്ള ആദരവും ബഹുമാനവും അവരുയർത്തിപ്പിടിക്കുന്നത് എന്തായാലും ശരി തന്നെ ആയിരിക്കുമെന്ന വിശ്വാസവുമാണ് അടിയന്തരാവസ്ഥയുടെ കാലത്തും ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാനുള്ള ചില ശ്രമങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അതിനുശേഷം രൂപപ്പെടുന്ന കേരളത്തിലെ പാർട്ടിയുമായി ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ബന്ധം പുലർത്തി പോരുന്ന ഒരാളും ആണ് ഞാൻ. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള എൻ്റെ യോഗ്യത എന്ന് പറയുകയായിരുന്നു ഞാൻ. നമുക്കറിയാവുന്നതുപോലെ അടിയന്തരാവസ്ഥ വളരെ ചെറിയ കാലയളവിലേക്കുള്ള 10-21 മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന അതിക്രൂരമായ അടിച്ചമർത്തലിൻ്റെ ഒരു കാലം. 1947 ശേഷമുള്ള ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്ന അമിതാധികാര പ്രയോഗം നടത്തുന്ന, മനുഷ്യരെ നിശബ്ദരാക്കാൻ വേണ്ടി എല്ലാ ഉപാധികളെയും ഉപയോഗിക്കുകയും നാവടക്കാനും പണിയെടുക്കാനും മാത്രം ആജ്ഞാപിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിനെതിരായ സമരമാണ്, ഒരു കാലമായിരുന്നു അടിയന്തരാവസ്ഥയുടെ ഹ്രസ്വകാലം. ഇന്നതല്ല എന്ന് നമുക്കറിയാം. അടിയന്തരാവസ്ഥ അപ്രഖ്യാപിതമായി തുടരുന്നുവെന്ന് നിരവധി ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായ വസ്തുതകളുടെയും സ്ഥിതിവിവര കണക്കുകളുടെയും പശ്ചാത്തലത്തിൽ. നമ്മുടെ അനുഭവങ്ങളും സാധാരണക്കാരൻ്റെ തന്നെ അല്പം വിവേചനശേഷിയുള്ള ഏതൊരാൾക്കും തിരിച്ചറിയാവുന്നതുപോലെ ഒരു ഭരണകൂടം അത് അതിക്രൂരമായ അതിഭീകരമായ ഫാസിസ്റ്റ് അധികാരം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു പഴയ സഖാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ ഭരണകൂടത്തിൻ്റെ മർദ്ദക യുക്തി വലിയൊരളവ് വരെ അംഗീകരിപ്പിക്കാൻ കൂടി അതിന് കഴിഞ്ഞിരിക്കുന്നു എന്നിടത്താണ് 21 മാസക്കാലത്ത് അടിയന്തരാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാൾ രൂക്ഷവും തീവ്രവും ഭീകരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അടിയന്തരാവസ്ഥ എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പഴയ അടിയന്തരാവസ്ഥയ്ക്കൊരു പ്രത്യയ ശാസ്ത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പില്ല. ഉണ്ടായിരുന്ന പ്രത്യയ ശാസ്ത്രം മർദ്ദനത്തിലൂടെ മർദ്ദക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തെ ഉറപ്പിക്കുക എന്ന പ്രത്യയ ശാസ്ത്രമായിരുന്നു. ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ വലിയൊരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ സഹായം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ അടിയന്തരാവസ്ഥയെ ശാശ്വതീകരിക്കാൻ, അതിന് വലിയൊരു അനുയായി വൃന്ദത്തിനെ സൃഷ്ടിക്കാൻ, ആ അടിയന്തരാവസ്ഥയെ പ്രത്യയശാസ്ത്രപരമായി തന്നെ സാധൂകരിക്കുന്ന സ്വന്തം നിലപാടുകളെ കൂടുതൽ തീവ്രതരമാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു അടിയന്തരാവസ്ഥ കൂടിയാണ് ഇന്നത്തെ അടിയന്തരാവസ്ഥ. അത് ചെറിയ വില കൊടുത്ത് നമുക്കതിനെ പരിഹരിക്കാനാവില്ല. ഇന്ത്യക്ക് വളരെ വലിയ വില കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അടിയന്തരാവസ്ഥയുടെ ഈ ഇരുളിനെ നമുക്ക് മുറിച്ചു കടക്കാനാകൂ എന്ന കാര്യത്തിൽ രാഷ്ട്രീയത്തെ ഗൗരവപൂർവ്വം നോക്കിക്കാണുന്ന ആർക്കും സംശയമുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. 50 വർഷം മുൻപ് നടന്ന അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഇന്ന് ഈ സമ്മേളനം ഇരുട്ട് പടർന്ന ഒരു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒപ്പം അത് വളരെ കൃത്യമായി പറയുന്നു, ഇരുട്ട് പരന്നുകൊണ്ടിരിക്കുകയാണ്, വർത്തമാനകാലം കൂടിയാണത്. അടിയന്തരാവസ്ഥ ഒരു ഭൂതകാല അനുഭവം മാത്രമല്ല, വർത്തമാനകാല യാഥാർത്ഥ്യം കൂടിയാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക? എനിക്ക് മുൻപ് സംസാരിച്ച സഖാവ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അടിയന്തരാവസ്ഥ കഴിഞ്ഞു വന്ന കാലത്ത് നക്സലൈറ്റുകളുടെ പ്രത്യയശാസ്ത്രത്തിന്, അവരുടെ രാഷ്ട്രീയത്തിന്
അവരുടെ രാഷ്ട്രീയത്തിലെ ത്യാഗസന്നദ്ധതയ്ക്ക്, അവരുടെ പോരാട്ട വീര്യത്തിന്, അവരുടെ സമൂഹ സ്നേഹത്തിന് ഇതിനൊക്കെ വലിയ സ്വീകാര്യത കിട്ടിയ ഒരു കാലമായിരുന്നു. അന്ന് നമുക്ക് ഏവർക്കും അറിയാം, ജനകീയ സാംസ്കാരിക വേദി ഉണ്ടാവുമ്പോൾ ഇന്ന് കേരളത്തിൽ ഏതാണ്ട് ഒരു 50-60 വയസ്സിന് മുകളിലുള്ള ഒരാളും ജനകീയ സാംസ്കാരിക വേദിയുടെ പരിസരത്ത് കൂടിയെങ്കിലും സഞ്ചരിക്കാത്തവർ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിന്താശേഷിയുള്ള മുഴുവൻ ആളുകളെയും അതിലേക്ക് ആകർഷിച്ചത് അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഒരു ഒരു രാഷ്ട്രീയ മൂല്യം അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിനെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് പുതുക്കിപ്പണിയൊന്നൊന്നാക്കി മാറ്റാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിയുകയുണ്ടായില്ല. അതിന് കഴിയുകയുണ്ടായില്ല. അതിൻ്റെ ഏതെങ്കിലും വ്യക്തികളുടെ പോരായ്മ എന്ന നിലയ്ക്കല്ല, നമ്മൾ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയത്തിൻ്റെ, ഉൾക്കൊണ്ടിരുന്ന രാഷ്ട്രീയത്തിൻ്റെ വർത്തമാന യാഥാർത്ഥ്യവുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തിനെ ശരിയായി വിലയിരുത്തുന്നതിൽ നമുക്ക് സംഭവിച്ച പോരായ്മ തന്നെ ആയിരുന്നിരിക്കാം അതിൻ്റെ കാരണം. അത് നമുക്ക് മാത്രം സംഭവിച്ചൊരു പരാജയമായും നമ്മളതിനെ കാണേണ്ടതില്ല. സാംസ്കാരിക വിപ്ലവത്തെ തുടർന്നാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികൾ ഉണ്ടാകുന്നത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികൾ ഉണ്ടാവുമ്പോൾ അതിനു മുൻപ് നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തേക്ക് കടന്നു വന്നിരുന്ന തിരുത്തൽവാദത്തിൻ്റെയോ വലതുപക്ഷ സ്വാധീനത്തിൻ്റെയോ ഒക്കെ തന്നെ രാഷ്ട്രീയത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് വിപ്ലവപരമായി സമൂഹത്തെ പുനഃസംരചിക്കാനുള്ള ഒരു 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 ഉള്ളടക്കം സാംസ്കാരിക വിപ്ലവത്തിനുണ്ടായി. അതിനെ ഉൾക്കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടികളിൽ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികളിൽ വളരെ വലിയ പ്രതീക്ഷകൾ നൽകിയ പാർട്ടികളുണ്ടായിരുന്നു. വലിയ ബഹുജന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ പാർട്ടികളുണ്ടായിരുന്നു. പക്ഷെ നമുക്കിന്ന് കാണാൻ കഴിയുക അത് ചരിത്രത്തിൽ വർത്തമാനകാലത്ത് അതിലേറെയും നിർജീവമാണെന്നോ പലതും തിരോഭവിച്ചു കഴിഞ്ഞുവെന്നോ ആണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ നേതാക്കളാരും ത്യാഗസന്നദ്ധതയില്ലാത്തവരായിരുന്നു എന്നുള്ളതല്ല. അവരാരെങ്കിലും, ചില ആളുകൾ ജയറാം പടിക്കൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാചകത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടികളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അവരുടെ കുട്ടികൾ ആരും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ട് താൻ. ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ വലതുപക്ഷ ശക്തികളുടെ കുട്ടികൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾ, ലോകത്തിന് പ്രതീക്ഷ നൽകിയ പ്രസ്ഥാനങ്ങൾ അസ്തമിച്ചു പോയത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നക്സലൈറ്റുകളോ വിപ്ലവകാരികളോ കമ്മ്യൂണിസ്റ്റുകാരോ മാത്രമല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിതവ്യവസ്ഥയെ, നിലനിൽക്കുന്ന വ്യവസ്ഥയെ ഇതേപടി തന്നെ തുടർന്നു കൊണ്ടുപോകാൻ, തങ്ങളുടെ സാധ്യതകളെ ഇനിയും വർദ്ധിപ്പിക്കാൻ, മർദ്ദക സംവിധാനത്തിനെ സുസ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്ന വർഗശക്തികൾക്ക് അവരവരുടേതായ ബൗദ്ധിക കേന്ദ്രങ്ങളുണ്ട്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്കോ വിപ്ലവകാരികൾക്കോ സ്വരുക്കൂട്ടാനാവാത്ത അത്രയും വലിയ ബൗദ്ധിക വിഭവങ്ങളെ സമാഹരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അവർ പലപ്പോഴും അവരുടെ ഉച്ചഭാഷിണികളായി, വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉച്ചഭാഷിണികളായി, ആദരണീയരായ സാഹിത്യകാരന്മാരായി, എഴുത്തുകാരായി, ഇൻ്റലക്ച്വൽസായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനോട് ചെറുത്ത് നിൽക്കാൻ, അതിനെ പരാജയപ്പെടുത്താൻ അവരുടെ വിഭവശേഷിയെ, അവരുടെ ആയുധശക്തിയെ, അവരുടെ കുതന്ത്രങ്ങളെ, അവരുടെ മാനിപ്പുലേഷൻസിനെ മറികടക്കാൻ വിപ്ലവകാരികൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അവർക്കതിന് വേണ്ടത്ര ഉൾക്കാഴ്ച ഒരുപക്ഷെ സ്വയം സ്വരൂപിക്കാൻ കഴിയാത്ത പോയിട്ടുണ്ടാവാം. ചരിത്രത്തിൽ ഇത് അപൂർവമായി സംഭവിക്കുന്നൊരു കാര്യമല്ല. ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷമല്ല, പലപ്പോഴും വലതുപക്ഷം ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇടതുപക്ഷം ഒരിക്കലും പരാജയപ്പെടാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കരുത്തും കാതലും കിടക്കുന്നത് ഞാൻ കരുതുന്നു. അത് പരാജയപ്പെടാൻ വിസമ്മതിക്കുന്നു. ഏത് അടിച്ചമർത്തലുകൾക്ക് മുകളിലും വൈലോപ്പിള്ളി പറയുന്നത് പോലെ മൃത്യുവിനെ താഴ്ത്താൻ കഴിയാത്ത കുടിപ്പടത്തിന് മുകളിലേക്ക്, അതെത്ര വിജിഗീഷുവാണെങ്കിലും അതിന് മുകളിലേക്ക് മനുഷ്യത്വം ഉയർന്നു നിൽക്കുന്നത് പോലെ ഈ ഇടതുപക്ഷത്തിന് ദുർബലമായ ആണ് എങ്കിൽ പോലും, പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് മുന്നോട്ട് പോകും എന്ന
ഈ അടുത്ത ഇടയ്ക്കാണ് വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചത്. അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് മസ്തിഷ്കത്തിൽ അർബുദം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു. അതിനു മുൻപ് സംസാരിക്കുമ്പോഴും അദ്ദേഹം ഒരിക്കലും തൻ്റെ നിലപാടുകളിൽ, തൻ്റെ പ്രവർത്തനങ്ങളിൽ സംഭവിച്ച വീഴ്ചകൾ അംഗീകരിക്കാൻ തയ്യാറുള്ളപ്പോഴും തൻ്റെ സമരതീക്ഷണമായ ആ കാലഘട്ടത്തിൻ്റെ ശരികളെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇന്നും ഈ 50 വർഷത്തിന് ശേഷം അടിയന്തരാവസ്ഥയെ ഓർക്കുന്ന, അതിൻ്റെ പീഡനങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ള നമ്മുടെ സഖാക്കളാരും അവരുടെ നിലപാടുകളുടെ ശരിമയെ സംബന്ധിച്ച അവരുടെ ബോധ്യങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇനിയും അവരിൽ അന്ന് ഉയർന്നു ജ്വലിച്ചിരുന്ന ആ അഗ്നിജ്വാലകളെ, അതിൻ്റെ ശരികളെ ഇന്നും ഏറ്റെടുക്കാൻ പുതിയ തലമുറ വരും എന്ന പ്രതീക്ഷ നമ്മളിൽ അവശേഷിക്കുന്നത്. തീർച്ചയായും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായി ഈ രാജ്യത്തിന് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും സംഭവിക്കുന്നത് പോലെ വലതുപക്ഷത്തിൻ്റെ ചൂഷണ വ്യവസ്ഥയുടെ നിരന്തരം നിലനിൽക്കുന്ന ഇരകളാക്കി മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ അതിനെതിരായ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 50 വർഷത്തിന് ശേഷം നാം ഇവിടെ ഒരുമിക്കുമ്പോൾ, നമ്മുടെ പഴയ സമരതീക്ഷണമായ ആ കാലഘട്ടത്തെ ഓർമ്മിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവാഹിക്കാൻ കഴിയുന്ന ഊർജം ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ തീർച്ചയായും വഴി നടത്തും, നമ്മളെ പ്രേരിപ്പിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ ഒരു വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ എന്തെങ്കിലും അർഹത എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും നേരിട്ട് വന്നിട്ടുള്ള ഒരാളല്ല, ക്രമേണ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് മുന്നേ സംസാരിച്ച ധാരാളം സഖാക്കൾ സ്വന്തം അനുഭവം ഇവിടെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിടുന്ന ഈ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം അടിയന്തരാവസ്ഥ ഒരു സമൂഹ സാഹചര്യത്തിൽ അടിയന്തരമായിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ നേരിടുന്നത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിന്ന് നേരിടുന്നത് കൃത്യമായിട്ടും ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റിനെയാണ്. പലർക്കും ഇപ്പോഴും ഫാസിസത്തെ സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടാകാം. ക്ലാസിക്കൽ ഫാസിസം യൂറോപ്പിലെ ഇറ്റലിയിലും ജർമ്മനിയിലും ഉണ്ടായ ഫാസിസം അല്ല ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇത് ഫാസിസമല്ല, ചില പ്രവണതകളുണ്ട് എന്ന് മാത്രം കരുതുന്നവരും ഉണ്ടാകാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നവലിബറൽ കാലത്തെ സവിശേഷമായ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിക്കുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഇന്ത്യയിലെ ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ചിന്തകളുമായി ചേർന്ന് ഇന്ത്യയിൽ ഇന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് കൃത്യമായും ആധുനിക കാലത്തെ ഒരു ഫാസിസ്റ്റ് ശക്തി തന്നെയാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ ഫാസിസത്തെ നേരിട്ട പോലെയോ സ്റ്റേറ്റിനെ നേരിട്ട പോലെയോ ഒന്നും തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാസിസത്തിനെ നമുക്ക് നേരിടാൻ കഴിയില്ല. അതിൻ്റെതായ സവിശേഷമായ രീതികൾ നാം സ്വീകരിക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച പല സഖാക്കളും പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയിൽ സ്വന്തം ജീവിതം കൊണ്ട് അതിനെ നേരിട്ട സഖാക്കൾ അവർ ചെയ്ത പ്രവൃത്തി പിന്നീട് എന്ത് തരത്തിൽ ഒരു പ്രസ്ഥാനത്തെ മുന്നേറ്റുന്നതിന് ഉപയോഗപ്പെട്ടു, അല്ലെ അവരുടെ ആ ആത്മത്യാഗം എങ്ങനെയാണ് പിന്നീട് ഉപയോഗപ്പെട്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും അതൊക്കെ ഇവിടെ പല സഖാക്കളും സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഛിന്ന ഭിന്നമായി, ശിഥിലീകൃതമായി, വിവിധ ധാരകളിലുള്ളവരായി, വ്യക്തികൾ രാഷ്ട്രീയ നേതാക്കളായി, അവരുടെ പേരിലുള്ള പ്രസ്ഥാനങ്ങളായി അറിയപ്പെടുന്നു. പക്ഷേ അവശേഷിച്ചത് വിപ്ലവമെന്ന നമ്മളെല്ലാവരും സ്വന്തം ജീവൻ തന്നെ കൊടുത്ത ആ സ്വപ്നം തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ ഇവിടെ നമ്മളെ വിളിച്ചിരുത്തുന്നതും അതിനോടുള്ള ആഭിമുഖ്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിലുള്ള യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു സമൂഹ സാഹചര്യത്തിൽ മാർക്സിസം അജയ്യമാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ധാരാളം ആളുകൾ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് മാർക്സിസം ഒരു 200 വർഷം പഴയൊരു ചിന്തയാണെന്നോ
തത്വശാസ്ത്രമാണെന്നോ അല്ലെ രാഷ്ട്രീയ ചിന്തയാണെന്നോ ഒക്കെ പറഞ്ഞ് അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ധാരാളം മുൻ സഖാക്കൾ പോലും നമ്മുടെ മുമ്പിലുണ്ടാകാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകം കഴിഞ്ഞ 200 വർഷത്തിനുള്ളിൽ മാർക്സിൻ്റെ കാലത്തിനേക്കാൾ കൂടുതൽ സങ്കീർണവും അതേസമയം എല്ലാ വൈരുദ്ധ്യങ്ങളും അന്നത്തേതിലും മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു കാലമാണ്. മാർക്സിൻ്റെ കാലത്ത് കണ്ടെത്തിയിരുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളും അതിലും ശക്തമായും തീക്ഷ്ണമായും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മളതിനെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയാതെ നമ്മൾ വഴിതെറ്റിപ്പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമാത്രം സങ്കീർണമാണ് വൈരുദ്ധ്യങ്ങളുടെ അവസ്ഥ. നേരത്തെ ദിവാകരനൊക്കെ സൂചിപ്പിച്ച പോലെ ഇന്നിപ്പോൾ ഇറാനിൽ നടക്കുന്ന സമരം എന്തിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സവിശേഷമായൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് പോകാം. നമ്മൾ ഭരണകൂടത്തെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിയല്ലാതാവുന്നതെന്നുള്ളൊരു ഉദാഹരണമാണ്. അതായത് NCERTയുടെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഈ കോടതിയുടെ അഴിമതിയെ പറ്റിയുള്ളൊരു പാഠഭാഗമുണ്ട്. അതിനെതിരെ സുപ്രീം കോടതി ഇടപെടുന്നു. ആ പാഠഭാഗം നീക്കം ചെയ്യണമെന്നും ആ പുസ്തകം മുഴുവൻ കണ്ടുകെട്ടണമെന്നും അതിൻ്റെ പിന്നിൽ വമ്പൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചന നടത്തിയവരെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്നും കോടതി പറയുന്നു. അപ്പോൾ ചില വൃന്ദങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള വിശകലനം നടക്കുന്നത് കോടതിയിൽ അഴിമതിയുണ്ട്, ആ അഴിമതിയെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം പോകുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ഇത് ശരിയാണെന്ന്. കോടതിയുടെ അഴിമതിയെ പറ്റി നമുക്കറിയാം. അപ്പോൾ കോടതിയുടെ അഴിമതിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് കോടതി ചാടി വീണിരിക്കുകയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷെ അതാണോ അതിൻ്റെ സത്യം? ഇത്രയും നാളും ഈ സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന അവരുടേതായ പരിഷ്കാരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം ഇത്തരം പ്രത്യക്ഷ വൈരുദ്ധ്യങ്ങളെ നമ്മൾ ലളിതമായിട്ട് സമീപിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരിൽ കോടതി എന്ന് പറയുന്നത് ഒരു ന്യായം കിട്ടാത്ത, നീതി കിട്ടാത്ത ഒരു സ്ഥാപനമാണെന്നും അത് ഒരു വേസ്റ്റ് സ്ഥാപനമാണെന്നും സ്ഥാപിച്ചെടുക്കുക എന്നുള്ളൊരു കൃത്യമായ ഒരു ഉദ്ദേശം അവർക്കുണ്ട്. കാരണം എന്താണ്? ജുഡീഷ്യറി മാത്രമാണ് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി അവശേഷിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ സോക്കാൾഡ് ജനാധിപത്യത്തിലുള്ളത്. ബാക്കി എക്സിക്യൂട്ടീവും ബ്യൂറോക്രസിയും അവരുടെ കയ്യിലാണ്. അപ്പോൾ ഈ കോടതിയെ നിരാകരിക്കാൻ പുതിയൊരു തലമുറയെ പ്രേരിപ്പിക്കുകയും സംഘപരിവാറിൻ്റെ അല്ലെ RSSന്റെ നീതിയാണ് ഏറ്റവും ഉദാത്തമായ നീതി എന്ന് സ്ഥാപിച്ചെടുക്കാനും കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള കോടതിക്കെതിരായിട്ടുള്ളൊരു ബോധം, ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? കോടതിയിൽ അഴിമതിയുണ്ട് എന്നുള്ള സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള ചിന്തയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ടെസ്റ്റ് ഡോസാണത്. സമാനമായ കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഇറാനിലെ നേരത്തെ ദിവാകരൻ സൂചിപ്പിച്ച പോലുള്ള കാര്യം. ഇറാനിൽ ജനങ്ങൾ ഖൊമേനിക്കെതിരായിട്ട് പോരാടുന്നു, ധാരാളം ആളുകൾ തടവിലാക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഖൊമേനിയോട് ഒരു വിദ്വേഷമുണ്ട്. ഈ സവിശേഷ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇറാനിൻ്റെ മുകളിൽ അമേരിക്ക ഈ ആക്രമണം ആരംഭിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുക? ഇവിടെയാണ് നമ്മൾക്ക് വൈരുദ്ധ്യാത്മകമായി ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യം വരിക. അത് കേവലം പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ കേവല യുക്തിയുടെ അടിസ്ഥാനത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ നിലപാടുകളിലായിരിക്കും നമ്മൾ എത്തിപ്പെടുക. നമുക്ക് ദീർഘവീക്ഷണം നഷ്ടമാവും. മാറിയ സാഹചര്യത്തെയും മാറുന്ന കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള നമ്മുടെ ശേഷി നഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാറുന്ന സാഹചര്യത്തെ തത്വചിന്താപരമായിട്ട് ദാർശനികമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യാത്മകമായി നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ യാന്ത്രിക ഭൗതികവാദപരമായിട്ട് തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലവിധ വിലയിരുത്തലുകൾ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി ഉണ്ടാവുന്നതും. നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ. ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ ഒന്ന് മാത്രമാണ്. പക്ഷെ അതിനെ ആസ്പദമാക്കിയുള്ള വിലയിരുത്തലുകൾ എന്തുകൊണ്ടാണ് പലതരമായി മാറുന്നത്? എന്തുകൊണ്ടാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വിപ്ലവം ആഗ്രഹിക്കുന്ന ആണെങ്കിൽ പോലും ഉരുത്തിരിഞ്ഞു വരുന്നതിൻ്റെ ഒരു കാരണം? അതിൻ്റെ കാരണം ഒരു യാഥാർത്ഥ്യത്തെ പല രൂപത്തിൽ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. എന്ത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പലതരം വിലയിരുത്തലുകൾ നടത്തുന്നത്? അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ മാർക്സിസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഫിലോസഫിക്കൽ തത്വചിന്താപരമായ പദ്ധതി നമ്മുടെ മുമ്പിൽ വരുന്നത്. അതാണ് വൈരുദ്ധ്യാത്മകമായി ചിന്തിക്കുക എന്നുള്ളത്. അത്തരം ശേഷി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളും നഷ്ടമായതുകൊണ്ട് തന്നെ അന്തിമമായിട്ട് നമ്മൾ കുറ്റം മാർക്സിസത്തിൽ തന്നെ കണ്ടെത്തുകയും അതിനെ കൈയൊഴിയുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
നമ്മുടെ മുമ്പിൽ ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക. നമ്മുടെ മുമ്പിൽ അവരാണ് ഉള്ളത്. അപ്പോൾ അതിനെ നേരിടുന്നതിനാവശ്യമായ എന്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടതെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് പ്രത്യയശാസ്ത്ര മണ്ഡലത്തിലുള്ള ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം സംഘപരിവാർ കഴിഞ്ഞ 100 വർഷമായിട്ട് ഇടപെട്ടിട്ടുള്ളത് പ്രത്യയശാസ്ത്ര മണ്ഡലത്തിലാണ്. പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, നമ്മളെ തന്നെ എങ്ങനെയാണ് കാണുന്നത്, നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഇത് തന്നെയാണ് പ്രത്യയശാസ്ത്രത്തിൻ്റെ മണ്ഡലം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത് കഴിഞ്ഞ 100 വർഷമായിട്ട് സംഘപരിവാറുകൾ തീർച്ചയായിട്ടും ഈ പ്രത്യയശാസ്ത്ര മണ്ഡലത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അതേസമയത്ത് വിപ്ലവകാരികളോ ഈ കഴിഞ്ഞ ഒരു 10-70 വർഷമായിട്ട് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം തൊട്ട് തന്നെ നമ്മൾ പരിശോധിച്ചാൽ പ്രത്യയശാസ്ത്ര മണ്ഡലം നമ്മൾ വലതുപക്ഷത്തിന് വെറുതെ കൈയൊഴിഞ്ഞു കൊടുത്തിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും നമ്മൾ എവിടെ ചെന്നിട്ട് സംസാരിച്ചാലും ഈ സാംസ്കാരിക പ്രശ്നങ്ങളാണ് പറയുക. ഇവ ചെറുത്ത് നിൽക്കാൻ ഒരു വേദിയില്ലാത്ത അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ജനങ്ങളോട് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതേസമയത്ത് അവരെ എല്ലാവരെയും നിരന്തരം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ട് വലതുപക്ഷത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഈ പ്രത്യയശാസ്ത്രപരമായ ഇടപെടലിൻ്റെ പ്രശ്നത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ഏറ്റവും ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ ഒരാൾ ഗ്രാംഷിയായിരുന്നു. നമുക്കൊക്കെ അറിയാം. ഗ്രാംഷി അതുകൊണ്ടാണ് പറഞ്ഞത് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അധീശത്വം നമുക്ക് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. ഭരണവർഗങ്ങൾ അവരുടെ അധീശത്വം നിലനിർത്തുന്നു, അതിന് മുകളിൽ നമുക്ക് അത് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും ഇത് ചെവിക്കൊണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഈ കാര്യം ഏറ്റവും ഫലപ്രദമായി ഞാൻ പറയുന്നത് ഗ്രാംഷിയെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് RSS ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരാണ് പ്രത്യയശാസ്ത്രപരമായിട്ട് ജനങ്ങളെ ഉടച്ചു വാർക്കുകയും ചിന്താപരമായി ഉടച്ചു വാർക്കുകയും വലതുപക്ഷത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു മണ്ഡലത്തിൽ ഇടപെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും തയ്യാറായിട്ടില്ല. നമ്മൾ ചെയ്തതൊക്കെ തന്നെയും ഭാഗികമായിട്ടുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ മാത്രമാണ്. ജനങ്ങളെ ആ നിലയിൽ പ്രത്യയശാസ്ത്രപരമായി ഉടച്ചു വാർക്കുന്നതിനുള്ള പ്രവർത്തികളിൽ നമ്മൾക്ക് ഏർപ്പെടേണ്ടതുണ്ട്. അതേസമയത്ത് നാം നേരിടുന്ന സവിശേഷമായ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ജാതി അടക്കമുള്ള വിഷയങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വികസിപ്പിക്കുന്നതിന് നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. പല സഖാക്കളെയും നമ്മൾ കാണുമ്പോൾ, പല രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങളായിട്ടുള്ള സഖാക്കളെ കാണുമ്പോഴും അവരെല്ലാവരും ഇപ്പോൾ കൃത്യമായി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ജാതിയെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴും നാം അതിൻ്റെ പേരിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നമുക്കറിയാം. നമ്മളതുകൊണ്ട് വളരെ ലളിതമായിട്ട് അംബേദ്കറെ കൂട്ടുപിടിക്കുന്നു. അംബേദ്കറെയും മാർക്സിനെയും അടുത്തടുത്ത കസേരകൾ ഇരുത്തിക്കൊണ്ട് നമ്മൾ വിപ്ലവ പ്രശ്നം അല്ലെങ്കിൽ ജാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കാമെന്ന് നമ്മൾ കരുതുന്നു. ഇതൊക്കെ മാർക്സിസ്റ്റ് രീതിയാണോ എന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. തീർച്ചയായിട്ടും മാർക്സിസത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരമുണ്ട്. അത് ആ പരിഹാരത്തെ കണ്ടെത്താനും പ്രയോഗിക്കാനും നാം തയ്യാറാണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാക്കളെ, നേരത്തെ ആരോ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ അടിയന്തരാവസ്ഥ നമുക്ക് എന്ത് തന്നു, അടിയന്തരാവസ്ഥയിൽ നിന്ന് നമ്മൾ എന്താണ് ആവാഹിച്ചത് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. തീർച്ചയായും അതിനകത്ത് എല്ലാ വിഷയങ്ങളും പരാമർശിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അടിയന്തരാവസ്ഥയുടെ കാലത്ത് നേരത്തെ സഹാക്കളിൽ പലരും പറഞ്ഞതുപോലെ, സനാതനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഞാൻ അന്ന് വിദ്യാർത്ഥിയാണ്. പക്ഷെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അന്ന് ഞങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് പറയാനായിരുന്നു. അന്ന് കോഴിക്കോടും അത്തോളിയിലുമൊക്കെ ഞങ്ങൾ നടത്തിയ ഒരു പ്രവർത്തനം ഞങ്ങളെ പോലീസ് വലയത്തിലാക്കാനോ പോലീസ് പിടിച്ചു കൊണ്ടുപോകാനോ പോലീസിൻ്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാനോ ഒന്നും അന്ന് അത്തരം പ്രവർത്തനങ്ങൾ പ്രേരകമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പുറത്തായി പോയത്. അന്ന് ഇൻകിലാബിൻ്റെ കോപ്പികൾ വിതരണം ചെയ്യാനും അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ചുമരുകളിൽ എഴുതി വെക്കാനും ഒക്കെ നിയുക്തരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ ഗുരുവായി ഞാൻ അന്നും ഇന്നും കാണുന്ന ഒരാൾ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു, സഖാവ് PKD. വടകരയിലെ സഖാവ് PKDയുടെ മാർക്സിസ്റ്റ് പഠന ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ മാർക്സിസത്തിൻ്റെ ബേസിക് ധാരണകളൊക്കെ രൂപപ്പെടുത്തുന്നത്. അന്ന് വിദ്യാർത്ഥികളായിരുന്ന RECയിലെ വിദ്യാർത്ഥികളും എൻ്റെ നാട്ടിലെ അത്തോളി ഹൈസ്കൂളിലും അതുപോലെ പ്രതിഭ കോളേജിലുമൊക്കെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ ഒരുമിച്ചിരുത്തി
മാർക്സിസത്തിൻ്റെ ബാലപാഠം പറഞ്ഞു തരാൻ അന്ന് അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന സഖാക്കളിൽ പലരും ഇന്ന് ഇല്ല. ഞാനത് ചൂണ്ടിക്കാണിച്ചത് അടിയന്തരാവസ്ഥയിൽ തടവറയിൽ അടയ്ക്കപ്പെട്ട സഖാക്കളുടെ മർദ്ദനങ്ങളെക്കുറിച്ചോ അവർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചോ അവരുടെ യാതനകളെക്കുറിച്ചോ ഒന്നും കുറച്ച് കാണിക്കാനല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സഖാക്കളെക്കാളൊക്കെ ഉപരി ഒരുപാട് സഖാക്കൾ പുറത്തുണ്ടായിരുന്നു അന്ന്, നിരവധിയായ സഖാക്കൾ. അത് ആ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പത്തെ ഒരു നിര പ്രവർത്തകരുടെ നിരയോടൊപ്പം നിന്നവർ, എനിക്കറിയാവുന്ന പ്രവർത്തകർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് അടിയന്തരാവസ്ഥക്കെതിരായി എങ്ങനെ പൊരുതണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ദിശാബോധം നൽകാൻ അന്നത്തെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നില്ല. തീർച്ചയായും രാവണിയേട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കേരളത്തിൽ അതിശക്തമായ 100-ലധികം ആക്ഷനുകൾ, സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് അന്നത്തെ നേതൃത്വം ആലോചിച്ചിരുന്നു. തീർച്ചയായും ശരിയാണത്. മറുഭാഗത്ത് അടിയന്തരാവസ്ഥക്കെതിരായി എങ്ങനെ ഒരു മാസ് മൂവ്മെന്റ് രൂപപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചേ ഉണ്ടായിരുന്നില്ല. ഒരു സൈനിക മുന്നേറ്റം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതിനപ്പുറം സാധാരണ ജനങ്ങളെ, ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന അടിത്തട്ട് മനുഷ്യരെന്ന് നമ്മൾ വിളിക്കുന്ന ദളിത് വിഭാഗങ്ങളെയൊക്കെ തന്നെ അടിയന്തരാവസ്ഥക്കെതിരായി എങ്ങനെ ഒന്നിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവരെ രൂപപ്പെടുത്താം. പ്രത്യേകിച്ച് അന്ന് CPM-ന്റെ ഒക്കെ തന്നെ വലിയ നേതാക്കൾ അടിയന്തരാവസ്ഥക്കെതിരായിരുന്നു. ഇപ്പം എൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും, ഇപ്പോൾ TP രാമകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ തന്നെ അന്ന് തടവറയിൽ അടയ്ക്കപ്പെടുകയും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വടകരയിലെ ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ജയിലറയ്ക്കകത്ത് അവർ നടത്തിയ ത്യാഗത്തിൻ്റെ, അവർ നേരിട്ട മർദ്ദനത്തിൻ്റെയൊക്കെ കാര്യമാണ് ഇപ്പോഴും അവരുടെ പ്രസംഗങ്ങളിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥയുടെ ദിനത്തിൽ പോലും അവരത് പറയാതെ അവർക്ക് മുന്നോട്ട് പോകാനാവില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഒരു മാസ് മൂവ്മെന്റ് എങ്ങനെ അടിയന്തരാവസ്ഥ പോലുള്ള ഒരു സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ടുള്ള, അതല്ലെങ്കിൽ നേരത്തെ ആരോ ചൂണ്ടിക്കാണിച്ചതുപോലെ നാവടക്കി പണിയെടുക്കാൻ ഇന്ത്യൻ ജനതയോട് ആഹ്വാനം ചെയ്യുന്ന ഒരു സ്വേച്ഛാധിപത്യത്തിനെതിരായി എങ്ങനെ ഇന്ത്യയിലെ ജനകോടികളെ അണിനിരത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് അന്നത്തെ പ്രസ്ഥാനത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുണ്ടോ? ക്ഷിപ്രസാധ്യമായ കാര്യങ്ങൾ ചെയ്യാനല്ലാതെ ലോങ് ടേമിൽ എങ്ങനെ ഇത്തരമൊരു ഫാസിസ്റ്റ് അതിക്രമത്തിനെതിരായി, ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരായി ജനങ്ങളെ ഒന്നാകെ, തൊഴിലാളികളെയും കർഷകരെയും അതുപോലെ ദളിതരെയും ആദിവാസികളെയും അടിച്ചമർത്തപ്പെടുന്ന മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചന അന്ന് നടന്നത്. എന്തുകൊണ്ടാണത് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ഈ 50-ാം വാർഷികം അല്ലെങ്കിൽ 50 വർഷം പിന്നിടുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അപ്പർ ഹാൻഡിൻ്റെ കാര്യം തന്നെയാണ്, ഓഫൻസീവിൻ്റെ കാര്യം തന്നെയാണ്. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു സമരായുധമാണ്. ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും കരുത്തുള്ളവരാക്കുന്നത് പ്രതീക്ഷാനിർഭരമായ ഒരു നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ ജനങ്ങൾക്ക് നൽകുന്നതൊക്കെ തന്നെ പ്രത്യയശാസ്ത്രമാണ്. അതിന്ന് 100 വർഷം പിന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്തിരിഞ്ഞു നോക്കിയാൽ അവർ അതിന് തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ്. നേരത്തെ ആരോ ചൂണ്ടിക്കാണിച്ചതുപോലെ RSS രൂപീകരിക്കപ്പെടുന്നതും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതും ഏതാണ്ട് ഒരേ കാലത്താണ്. 100 വർഷം പിന്നിടുകയാണ്. വലതുപക്ഷ പ്രത്യയശാസ്ത്രം, മാർക്സിസം എന്താണോ മുന്നോട്ട് വെച്ചത് ആ ഐഡിയോളജി കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യ പോലെ ഇത്ര ബഹുസ്വരമായ ഒരു രാജ്യത്തെ, വൈജാത്യങ്ങൾ നിറഞ്ഞൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ്. പ്രത്യയശാസ്ത്രത്തിൻ്റെ അപജയം, പ്രത്യയശാസ്ത്രത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ പിന്നോക്കം, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന അതിൻ്റെ നിരാശീകരണം, എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല, അത് രൂപപ്പെടുത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്ന അപജയം തന്നെയാണ് സഖാക്കൾ ചൂണ്ടിക്കാണിച്ച, ഓരോരുത്തരും പറഞ്ഞ ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത, ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത സഖാവ് വാസുവേട്ടനിൽ എത്തിച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ, ദർശനത്തിൻ്റെ ഒക്കെ അപജയം എന്ന് ഞാൻ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായ വ്യക്തത എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണ്. പ്രത്യയശാസ്ത്രപരമായ ആയുധമണിയൽ, കരുത്ത് നേടൽ എന്നൊക്കെ പറയുന്നതിന് 2-ാം സ്ഥാനത്ത് നിർത്തുന്ന, അതിനെ സെക്കൻഡറി ആയി കാണുന്ന ഒരവസ്ഥ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നോ എന്നൊരു പരിശോധന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് പ്രതീക്ഷകൾ നിലനിർത്തുന്ന, മാർക്സിസത്തിൽ എന്നും
പ്രതീക്ഷകൾ നിലനിർത്തുന്ന, മാർക്സിസം അജയ്യമാണ് എന്ന് കരുതുന്ന ആളുകൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ച അപജയം കൃത്യമായും പ്രത്യയശാസ്ത്രപരമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എവിടെയാണ് നമുക്ക് ഈ അപജയം സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ ആഴത്തിൽ വിലയിരുത്തപ്പെടേണ്ട ഒന്നാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ജാതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോൾ, ഇപ്പോൾ ജാതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ നടത്തുന്നവർ, പ്രസംഗിക്കുന്നവർ, ചർച്ചകൾ നടത്തുന്നവർ, എഴുതുന്നവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അവരെ നമ്മൾ സ്വത്വവാദികളെന്നോ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ വക്താക്കളെന്നോ എന്നൊക്കെ പറയും. അവർ ഇരുട്ടിൽ തപ്പുകയാണ്. അവർക്ക് പരിഹാരമെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്നു എന്നല്ല, ജാതി പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ അവർ ഇരുട്ടിൽ തപ്പുകയാണ്. അത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്ന് പ്രഭാഷണം നടത്തുന്ന ഒരു വലിയ സ്വത്വവാദ നേതാവിനോട് ഞാൻ ഈ കാര്യം ചോദിക്കുകയുണ്ടായി. കേരളത്തിൽ അറിയപ്പെടുന്ന ദളിത് ആക്ടിവിസ്റ്റാണ്, ഇന്റലക്ച്വലാണ്. അദ്ദേഹം പറയുന്നത് അത് സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അംബേദ്കറൈറ്റ് നിലപാടുകളിൽ നിന്നുകൊണ്ട് അതിന് നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ കഴിയേണ്ടതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഈ പ്രശ്നം തന്നെയാണ് നമ്മൾ നേരിടുന്നത്. ജാതി പ്രശ്നത്തോട് മാത്രമല്ല, അത് ഇന്ത്യൻ സമൂഹം ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയാണ്. ഈ വ്യക്തത നേടിയെടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. കാസ്റ്റ് ക്ലാസ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, വർഗത്തെയും ജാതിയെയും സംബന്ധിച്ച് മാർക്സിസ്റ്റുകൾക്ക് ധാരണയില്ലായിരുന്നു എന്ന വിമർശനമല്ല ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനകത്ത് വേണ്ടത്ര വ്യക്തത കൈവരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ കേരളം മലയാളികളുടെ മാതൃഭൂമി പോലുള്ള പുസ്തകങ്ങൾ എഴുതുന്ന EMS പോലും ജാതിയെ സംബന്ധിച്ച് അത്തരം കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് കേരളം മലയാളികളുടെ മാതൃഭൂമി പോലുള്ള പുസ്തകങ്ങൾ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പറഞ്ഞു പോകുന്നതിനപ്പുറം വളരെ ലളിതമായി ജാതിയെക്കുറിച്ച് പറഞ്ഞു, ജാതി മർദ്ദനത്തെക്കുറിച്ച്, അതിൻ്റെ അൺടച്ചബിലിറ്റിയായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അടിച്ചമർത്തലെ കുറിച്ചൊക്കെ പറയുമ്പോഴും അസമത്വങ്ങളും അടിച്ചമർത്തലുകളും ഒക്കെ ജാതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ വ്യവസ്ഥയെ മാറ്റാൻ കഴിയുന്നത് സോഷ്യലിസത്തിനാണ്, അല്ലെങ്കിൽ വർഗരഹിതമായ ഒരു സമൂഹത്തിനാണ് എന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറം സവിശേഷമായി ഇന്ത്യൻ സമൂഹത്തിലെ ജാതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിനെ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് അതിനകത്ത് എവിടെയും പറഞ്ഞു വെക്കുന്നില്ല. മറ്റെല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എഴുതിയ പുസ്തകങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ PK ബാലകൃഷ്ണ പോലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്. കേരളത്തിലെ നിരവധി ദളിത് ചിന്തകർ എഴുതിയ പുസ്തകങ്ങളുണ്ട്. DD കൊസാംബിയെ പോലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കളായിട്ടുള്ള BD രണദീപയെ പോലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്. സുന്ദരയ്യെ പോലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങൾക്കകത്ത് എന്താണ് ജാതി പ്രശ്നത്തിൻ്റെ ബേസ്, അടിസ്ഥാനം എന്ന് പറയുന്ന ജാതി എങ്ങനെയാണ് സമൂഹത്തിൽ വേരുറപ്പിക്കുന്നതും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും എന്നുള്ളതിനെ സംബന്ധിച്ച്, അതിൻ്റെ പരിഹാരം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരിടത്തും ഒന്നും പറയുന്നില്ല എന്നുള്ളത് ഒരു മുൻധാരണ അത് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കകത്ത് ഈ വിഷയം പരിഹരിക്കാൻ സോഷ്യലിസത്തിന് മാത്രമേ കഴിയൂ, വർഗരഹിതമായ ഒരു സമൂഹത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ പിന്നെ അത് സെക്കൻഡറിയാണ്. ജാതി പ്രശ്നം സമൂർത്തമായി പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സെക്കൻഡറിയാണ്. നമ്മളൊരു കുറ്റി പൊരിക്കാതെ കുളം കുഴിക്കേണ്ടതുണ്ട്, അങ്ങനെ പറയില്ലേ? സാധാരണ നാട്ടിൻപുറത്തൊക്കെ പറയും, ഒരു കുളം കുഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറ്റി പ്രത്യേകമായി പൊരിക്കേണ്ടതില്ല, കുളം കുഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായി കുറ്റി പൊരിഞ്ഞുകൊള്ളും എന്നാണ്. ഇത് പറയുന്നത് പോലെയാണ് ജാതി പ്രശ്നമായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എല്ലാ അനുബന്ധ വിഷയങ്ങളായും, വംശീയതയുടെ പ്രശ്നമായാലും വർഗീയതയുടെ വിഷയമായാലും എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടുന്നത് നിലവിലിരിക്കുന്ന സൊസൈറ്റിയെ, നിലവിലിരിക്കുന്ന സമൂഹത്തെ മാറ്റിമറിക്കുന്നതിലൂടെയാണ്. നിലനിൽക്കുന്ന വ്യവസ്ഥ ഒരു വലതുപക്ഷ വ്യവസ്ഥയാണ്. ഈ വലതുപക്ഷ വ്യവസ്ഥയെ അടിച്ചുടച്ച് തുടച്ച് നീക്കം ചെയ്ത് പകരം ഒരു വ്യവസ്ഥ സ്ഥാപിക്കുന്നതിലൂടെ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് പരിസ്ഥിതി പ്രശ്നം, സ്ത്രീ പ്രശ്നം തുടങ്ങിയിട്ടുള്ള എല്ലാ അനുബന്ധ പ്രശ്നങ്ങളും അങ്ങനെ പരിഹരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിനപ്പുറം ഇന്ത്യൻ സൊസൈറ്റിക്കകത്ത്, ഇന്ത്യൻ സമൂഹത്തിനകത്ത് ജാതി ചെലുത്തുന്ന സ്വാധീനം എത്ര രൂഢമൂലമാണ്, എത്ര ശക്തമാണ്, എത്ര ആഴത്തിലുള്ളതാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചറിവ് വളരെ മുമ്പ് മാർക്സിൻ്റെ ജർമ്മൻ ഐഡിയോളജി ഒക്കെ എഴുതുന്ന കാലത്ത് തന്നെ മാർക്സ് കൃത്യമായും
മതത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ആരോ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. സൗദി വാരട്ടൻ പോലുള്ള ആളുകൾ പറഞ്ഞു, ഭരണകൂടത്തിനകത്ത് ഇൻവോൾവ് ആണ്, അന്തർലീനമാണ് മതം. അപ്പം മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അനുബന്ധ കാര്യങ്ങളും, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വംശീയത തുടങ്ങിയുള്ള എല്ലാ വിഷയങ്ങളും മതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ തകർച്ചയിലൂടെ അല്ലാതെ, മതത്തെ ഇല്ലാതാക്കുന്നതിലൂടെ അല്ലാതെ, നേരത്തെ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ മതത്തെ ഇല്ലാതാക്കുന്ന, മതരഹിതമായ ഒരു സെക്കുലർ സ്റ്റേറ്റ് രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് മറ്റെല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ കഴിയൂ എന്ന ജർമ്മൻ ഐഡിയോളജിക്കകത്ത് വളരെ കൃത്യമായും മതത്തെ കുറിച്ചുള്ള മാർക്സിന്റെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഇന്ന് നമുക്കത് പരിശോധിക്കാവുന്നതാണ്. ബ്രൂണോ ബവർക്ക് മാർക്സ് എഴുതിയ ഒരു കൃതിയുണ്ട്, മാർക്സ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ബ്രൂണോ ബവറുടെ ജൂതപ്രശ്നത്തെക്കുറിച്ച് എന്ന് പറയുന്ന പുസ്തകത്തെ അധികരിച്ച് മാർക്സ് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇന്ന് മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സോഷ്യലിസത്തെ സംബന്ധിച്ച്, ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ച് ചിന്തിക്കാനേ കഴിയില്ല എന്നാണ്. മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വ്യവസ്ഥ അസാധ്യമാണ്, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ അസാധ്യമാണ്. അങ്ങനെ വരുമ്പോൾ ജാതി പ്രശ്നത്തിൻ്റെ വേര് കുടികൊള്ളുന്നത് മതത്തിനകത്ത് തന്നെയാണ്. മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ നമുക്ക് ജാതി പ്രശ്നം ചർച്ച ചെയ്യാനേ പറ്റില്ല. ഞാൻ നീട്ടുന്നില്ല. ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ക്ലാസിനെ സംബന്ധിച്ചും കാസ്റ്റിനെ സംബന്ധിച്ചുമുള്ള നിരവധി ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് സ്വത്വവാദ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന സഖാക്കളായാലും, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സഖാക്കളായാലും, അവരൊക്കെ ഒരു വേദിയിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഷയത്തെ സമീപിക്കുന്ന മാർക്സിസം തന്നെ കാലികമായി അപ്രസക്തമായിരിക്കുന്നു, കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നവർ ഇതിനടുത്ത് പോലും എത്താൻ ശ്രമിക്കാത്തവരാണ്. തീർച്ചയായും ഇന്നത്തെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ തന്നെയാണ്. ഫാസിസത്തെ മുറിച്ചു കടക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ, ഫാസിസം മുന്നോട്ട് വെക്കുന്ന നിലപാടുകളെ പരിത്യജിക്കാൻ, അതല്ലെങ്കിൽ അതിനെ മുറിച്ചു കടക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായും അടിത്തട്ടിലുള്ള സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പഴയ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലമാണ്, പുതിയ സമൂഹമാണ്. ലോകം ഒരുപാട് മാറിപ്പോയി, പഴയ ലോകമല്ല. മനുഷ്യർ മാറി, സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഈ മാറ്റങ്ങൾക്കൊക്കെ അനുസരിച്ച് ഈ സമൂഹത്തെ മാറ്റി തീർക്കാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നേരത്തെ രമയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ പുതിയ തലമുറയെ സ്വാധീനിക്കാനോ പുതിയ തലമുറയെ ആകർഷിക്കാനോ നമുക്ക് കഴിയില്ല. പുതിയ തലമുറയെ ആകർഷിക്കാനും അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, വളരെ ബ്രോഡായിട്ടുള്ള ഒരു നിലപാട് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ജാതിക്കെതിരായിട്ട്, അതുപോലെ മറ്റ് എല്ലാ സാമൂഹ്യ അസമത്വങ്ങൾക്കും എതിരായിട്ട്, എല്ലാതരം അനീതികൾക്കുമൊക്കെ എതിരായി സമരം ചെയ്യുന്നവരുടെ, പോരാടുന്നവരുടെ ഒരു വലിയ നിര വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. സങ്കുചിതമായ നമ്മുടെ നിലപാടുകൾ പരിത്യജിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. കാരണം 100 വർഷം പിന്നിടാൻ പോവുകയാണ് നമ്മുടെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾക്ക്. മാർക്സിസത്തിൻ്റെ പ്രസക്തിയെ മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വെല്ലുവിളിയെ നേരിടുകയാണ്. RSS സംഘപരിവാർ ശക്തികൾ രാജ്യത്തിൻ്റെ അധികാരം കൈയാളുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മറ്റെല്ലാ മേഖലയിലും അവർ കടന്നു വരികയാണ്. വിദ്യാഭ്യാസത്തിലൂടെ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അടങ്ങുന്ന ഒരു ചാതുർവർണ്ണ വ്യവസ്ഥ ഈ രാജ്യത്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്നാണ് പുതിയ തലമുറയെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടതില്ല, പുതിയ ചരിത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പുതിയ പ്രത്യയശാസ്ത്ര ചിന്തകൾ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തെ മുറിച്ചു കടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഐക്യം എന്തുകൊണ്ടാണ് ഇനിയും നമുക്കിടയിൽ ഉണ്ടാവാത്തത്? മാർച്ച് 2 സഖാവ് രാജന്റെ പ്രോജ്വലിക്കുന്ന ഓർമ്മകൾ നമ്മളൊക്കെ അയവിറക്കുന്ന ഈ ദിവസം. ഇന്ന് മാർച്ച് 2 പലരും കക്കയത്ത് പോയിട്ടുണ്ട്. സഖാവ് രാജന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിൽക്കുന്ന അവിടെ സഖാവ് രാജന്റെ ഒരു പ്രതിമ തലയുയർത്തി നിൽക്കുന്നുണ്ട്.
ആ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു ദശാബ്ദക്കാലം നീണ്ടുനിന്ന രാജന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള പ്രക്ഷോഭം, രക്തസാക്ഷികളെ അനുസ്മരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിനൊടുവിലാണ് രാജന്റെ പ്രതിമ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനകത്ത് നിന്ന് മോചിപ്പിച്ച് അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷെ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ, രാജൻ അനുസ്മരിക്കാൻ നമ്മൾ പോകുമ്പോൾ, നമ്മൾ റെഡ് ഫ്ലാഗ് ആണോ, റെഡ് സ്റ്റാർ ആണോ, ലിബറേഷൻ ആണോ എന്ന് നോക്കുകയാണ്. ഞാൻ സാക്കളോട് പറയുന്നത്, നമ്മൾ ഗുളികന് നേർച്ച കൊടുക്കും, കുട്ടിച്ചാത്തന് നേർച്ച കൊടുക്കും, ഭഗവതിക്ക് നേർച്ച കൊടുക്കും, തിരിയൊഴിയുകയാണ് എല്ലാവരും. ഇങ്ങനെ അനുഷ്ഠാനപരമായ ഒന്നാക്കി രാജന്റെ രക്തസാക്ഷി സ്മരണയെ നാളെ 14 നേരത്തെ സഖാവ് ഉമ്മർ ഇവിടെ വിശദീകരിച്ചതുപോലെ സഖാവ് രമേശന്റെ രക്തസാക്ഷി ദിനം അങ്ങ് കണ്ണൂരിൽ നടക്കുകയാണ്. ചൂതാട്ടത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം ഭരിച്ച സഖാവ് രമേശൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഖാവാണ്. അവിടെയും നമ്മൾ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് വേർതിരിഞ്ഞു നിന്ന് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് എന്തിൻ്റെയൊക്കെ പേരിൽ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ അണിനിരത്തപ്പെട്ട സഖാക്കളുടെ ത്യാഗത്തെയോ അവരുടെ പോരാട്ടവീര്യത്തെയോ ഒന്നും കുറച്ച് കാണുകയല്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അത് തീർച്ചയായും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിലപാടായിരിക്കാം. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. കെ വേണുവായാലും കെ എൻ രാമേന്ദ്രനായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ സഹാക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജയകുമാർ ആയാലും ആരായാലും അതിനകത്തൊക്കെ പതുങ്ങിയിരിക്കുന്ന ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നിലപാടുകൾ നമ്മൾ പരിത്യജിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വരും തലമുറ നമ്മളോട് ചോദിക്കും, എന്തെടുക്കുകയായിരുന്നു നിങ്ങളെന്ന്. രാജ്യം ക്രമേണ കത്തിയെരിഞ്ഞ് നാമേവശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ച ഒട്ടോറനോ കാസ്റ്റലോ പോലുള്ള കവികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ രാജ്യം ക്രമേണ കത്തിയെരിഞ്ഞ് ചാരമായി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്ന് നമ്മുടെ ബുദ്ധിജീവികളോട്, അരാഷ്ട്രീയ ബുദ്ധിജീവികളോട് അവർ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരുമിക്കാൻ കഴിയണം, നമുക്ക് ഒന്നിക്കാൻ കഴിയണം. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി, വിയോജിപ്പുകൾ മാറ്റി നിർത്തി യോജിപ്പിന്റെ തലം കണ്ടെത്താൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് അടിയന്തരാവസ്ഥയുടെ സഖാക്കളെക്കുറിച്ചും അടിയന്തരാവസ്ഥയിലെ രക്തസാക്ഷികളെക്കുറിച്ചും അന്ന് പീഡനം ഏറ്റ സഖാക്കളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഓർമ്മിക്കാൻ രാഷ്ട്രീയമായി കരുത്തുണ്ടാവുക. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകും. വരുന്ന അടിയന്തരാവസ്ഥ ദിനത്തിലും ഇതുപോലെ നമ്മൾ ഒത്തുചേരും. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിയെടുക്കാൻ, വിയോജിപ്പുകൾ മാറ്റി നിർത്താൻ നമുക്ക് എത്ര കണ്ട് കഴിയുമെന്നൊരു പരിശോധന പോലും നടത്തില്ല. പ്രായോഗികമായി എല്ലാ മേഖലയിലും ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ കെടുതി വരികയാണ്, യുദ്ധഭ്രാന്ത് ഇളകുകയാണ്. ഈ സമയത്ത് യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു റാലി സംഘടിപ്പിക്കുന്ന സമയത്തെങ്കിലും നമുക്ക് അങ്ങനെ ഐക്യപ്പെടാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ. ഈ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനിടയിൽ മാർക്സിസത്തിന്റെ പ്രസക്തിയിലൂന്നിക്കൊണ്ട് പരമാവധി ഐക്യം എങ്ങനെ സാധ്യമാകും എന്നുള്ളതിനെക്കുറിച്ച്, എല്ലാ വിയോജിപ്പുകളും എങ്ങനെ മാറ്റി നിർത്തി ഒന്നിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ നമ്മൾ ആരംഭിക്കണം. തീർച്ചയായും ഈ കൺവെൻഷനിൽ പങ്കെടുത്തുള്ള മുഴുവൻ സഖാക്കളും ഒരുപാട് വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്, ഒരുപാട് പ്രത്യയശാസ്ത്ര പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവരാണ്, ഒരുപാട് കാര്യങ്ങളിൽ പഠനങ്ങളുള്ളവരാണ് എന്നൊക്കെ എനിക്കറിയാം. തീർച്ചയായും ഈ കൺവെൻഷനിൽ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നുമൊക്കെ വന്ന സഖാക്കൾ 10, 30, 35, 40 വർഷമല്ല, 50, 55 വർഷമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം നിന്നവരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അരനൂറ്റാണ്ട് പിന്നിട്ടവരാണ് നമ്മൾ. 50 വയസ്സ് കഴിഞ്ഞവരെ കുറിച്ച് ഞാൻ പറയുന്നത്. 50 വയസ്സ് കഴിഞ്ഞവർ അരനൂറ്റാണ്ട് പിന്നിട്ടവരാണ്. എന്നിട്ടും എന്തേ നമ്മൾ ഇങ്ങനെ മാറി നിൽക്കുന്നു? എന്തേ പരസ്പരം കണ്ടാൽ സൗഹൃദം പുതുക്കാൻ പോലും നമ്മൾ മടി കാണിക്കുന്നു എന്ന കാര്യം വളരെ വിനയത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം, വിനയത്തോടുകൂടി നമ്മൾ പരിശോധിക്കണം. തീർച്ചയായും അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് നമ്മളൊക്കെ സന്നദ്ധമാകും നാളെ എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മാർക്സിസം അജയ്യമാണ്. മാർക്സിസത്തെ ഉല്ലംഘിക്കാൻ കഴിയുന്ന, പ്രതിരോധിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രവും ലോകത്തിലില്ല. ആ ഒരു വിശ്വാസമാണ് നമ്മളെയൊക്കെ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്തൊക്കെ വൈതരണികൾ നമ്മൾ നേരിടുമ്പോഴും ആ വൈതരണികളെ മുറിച്ചു കടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് മാർക്സിസമാണ്. മാർക്സിസത്തിലുള്ള അജയ്യമായ അചഞ്ചലമായ വിശ്വാസമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്യും.
പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, അഭിവാദ്യങ്ങൾ. ഇപ്പോൾ ഇറാന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ആളുകളെ നോട്ടമിടണം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ നിലപാടുകളെയും സസൂക്ഷ്മം നോട്ടമിടുകയും അതിനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ ഫയലുകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായ ഇന്റലിജൻസ് സംവിധാനങ്ങളോടുകൂടി കടന്നു പോകുന്ന ഭരണകൂടങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്കാലത്തും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു ലോക തലത്തിൽ ഒരു യുദ്ധ സാഹചര്യം മൂർച്ഛിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സമയത്ത് ആണ് ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ കൂടിയിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയാൻ 3 കാര്യങ്ങൾ മാത്രമാണ് പെട്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആദ്യത്തേത്, ഇപ്പം നേരത്തെ സംസാരിച്ച സഖാക്കൾ പറഞ്ഞു, പലവിധ ML പാർട്ടികൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇവരുടെയൊക്കെ ഐക്യം ഉണ്ടാവേണ്ടതില്ലേ എന്നൊക്കെയുള്ള കാര്യം. അപ്പം ഞാനും രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്ന സമയത്ത് ആലോചിക്കുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. എല്ലാവർക്കും ഐക്യപ്പെട്ട് പ്രവർത്തിച്ച എന്താ പ്രശ്നം, എന്തിനാ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ? അന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് തോന്നിയിരുന്നത്. ചെറിയ ചെറിയ നിലപാട് വ്യത്യാസത്തിന്മേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പല പാർട്ടികളായി സ്പ്ലിറ്റായി ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു മാർക്സിസ്റ്റ് നിലപാട് എന്നുള്ള നിലയിൽ മനസ്സിലാക്കുന്നത് ഒരു ഒരു സമൂർത്തമായിട്ടുള്ള സാഹചര്യത്തിന്റെ അകത്ത് ഒരൊറ്റ ശരിയായ നിലപാടേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ശരി എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ജനകീയ യുദ്ധത്തിന് ഒപ്പമാണോ, അല്ലെങ്കിൽ ജനങ്ങൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഏതു വിധേനയും അവരുടെ സമരങ്ങളെ ആവിഷ്കരിക്കുന്നതിന് ഒപ്പമാണോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. അതിൻ്റെ അകത്ത് പക്ഷെ ഇത്തരം സാഹചര്യത്തിൽ അങ്ങനെയെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മധ്യവർത്തിവാദം വരെ പോലും എടുക്കുന്ന ഒരു തരത്തിലുള്ള പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കൊരു മാർക്സിസ്റ്റ് പൊസിഷൻ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇപ്പം ഇത്തരം ചർച്ചകൾ പലപ്പോഴും ഉയർന്നു വരുമ്പോൾ പല ആളുകളും പറയും, ഇപ്പം ലെനിൻ ധൂമയിൽ ഇടപെടുന്നതിനെ അനുകൂലിച്ചിരുന്നല്ലോ എന്നുള്ളത്. പക്ഷെ അതേ ലെനിൻ തന്നെ ഒരിക്കലും രഹസ്യ പ്രവർത്തനം നിർത്തണം എന്ന് നമ്മളോട് എവിടെയും പറയുന്നുമില്ല. അപ്പൊ ഇത്തരത്തിൽ പല വിധത്തിലുള്ള മലക്കം മറിച്ചിലുകൾ രാഷ്ട്രീയപരമായി നിലനിൽക്കുമ്പം എത്തരത്തിലാണ് ഈ ഐക്യം സാധ്യമാവുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ഇതാണ് ഒരു കാര്യം. അപ്പൊ ഇതിൽ നമ്മൾ ഒരു കൃത്യമായ മാർക്സിസ്റ്റ് പൊസിഷനിൽ വന്നുകൊണ്ടേ ഐക്യം സാധ്യമാവുള്ളൂ. അതല്ലാത്തടത്ത് നമുക്ക് ഏച്ചു കിട്ടിയിട്ടുള്ള ഒരു ഐക്യത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഉറച്ചു പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാതി പ്രശ്നത്തെ പറ്റിയാണ്. ഇപ്പം ഇന്ത്യയിലെ പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ജാതിയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നേരത്തെ ഗദ്ദറിനെ സൂചിപ്പിച്ചു. ഗദ്ദർ അടക്കമുള്ള ആൾക്കാർ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു, PWGയിൽ നിന്ന് അടക്കം പുറത്തേക്ക് വന്നു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പുറത്തു വന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ സായുധ വിപ്ലവം അടക്കം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. അതോടുകൂടി തന്നെ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി യോജിക്കേണ്ട ഇടത്ത് നിന്ന് വ്യതിചലിച്ചിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. അപ്പൊ പിന്നെ അതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി യോജിക്കേണ്ട അടുത്ത് യോജിച്ചുകൊണ്ട് പിന്നെ സമരം നടത്തുകയും ഒരു വിശാലമായ ഐക്യം വീണ്ടും രൂപപ്പെടുത്തിയെടുക്കുകയും എന്ന് പറയുന്നതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ആ ബേസിക്കിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടാണ് വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വീണ്ടും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഈ PWGയിലും പിന്നീട് മാവോയിസ്റ്റ് പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന അനുരാധ ഗാന്ധിയുടെ ഒരു കൊട്ടേഷനാണ്. വെറും സാമ്പത്തിക സമരമല്ല വർഗസമരം. പ്രധാന ഉൽപാദന ഉപാധികൾക്കും സമൂഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും മേൽ അധികാരം ഉറപ്പിക്കാൻ മർദ്ദിതരും മർദ്ദകരും തമ്മിൽ നടത്തുന്ന പോരാട്ടമാണത്. അതിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ, ആശയശാസ്ത്ര മണ്ഡലങ്ങളിലെ പോരാട്ടങ്ങൾ ഉൾപ്പെടുന്നു. വിപ്ലവകരമായ വർഗസമരത്തിലെ
മർമ്മപ്രധാനമായ കാര്യം സാമ്പത്തിക സമരമല്ല, രാഷ്ട്രീയ പോരാട്ടമാണ്. രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനായിട്ടുള്ള പോരാട്ടം. ഈ രീതിയിൽ പല മണ്ഡലങ്ങളിൽ വിശാലമായി കിടക്കുന്നതാണ് രാഷ്ട്രീയ പോരാട്ടം എന്ന് 80കളിലും 90കളിലും തന്നെ നമ്മൾ വ്യക്തമായി നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. അപ്പം നമ്മൾ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്. അപ്പം മാസ് ഓർഗനൈസേഷൻസ് ഉണ്ടാവുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. അതുപോലെ ഇപ്പൊ മാർക്സിസ്റ്റ് അല്ലാത്ത ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളുണ്ട്, അതുപോലെ ദളിത് മൂവ്മെന്റുകളുണ്ട്. ഇത്തരം മൂവ്മെന്റുകളൊക്കെയും ഈ പറയുന്ന സാമൂഹിക രാഷ്ട്രീയ ആശയശാസ്ത്ര മണ്ഡലങ്ങളിലുള്ള ഇടപെടലുകൾ, ഫാഷിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ഏതൊക്കെ കക്ഷികളുണ്ടോ ആ പ്രസ്ഥാനങ്ങളുടെ ഒക്കെയും ഒരു പ്രസക്തി നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും മാർക്സിസ്റ്റ് ആയിക്കൊണ്ട് ഒരു വിപ്ലവം ഒരു കാലത്തും പോസിബിൾ അല്ല. അങ്ങനെ ആയിരിക്കില്ല വിപ്ലവം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ എല്ലാവിധ പ്രസ്ഥാനങ്ങളുടെയും വിശാലമായിട്ടുള്ള ഐക്യം തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതിലേക്ക് നമുക്ക് ഇനിയും ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കാം, മുന്നോട്ട് പോകാം എന്ന് തന്നെ പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.